Good morning, all. Today, we discuss the topic binary number system. In the previous class, we have discussed the decimal number system and its basic features. അതായത് ഡെസിമൽ നമ്പർ സിസ്റ്റം എന്താണ്, നമുക്കറിയാം ബേസ് 10 ആയിട്ടുള്ള നമ്പർ സിസ്റ്റം ആണ് ഡെസിമൽ നമ്പർ സിസ്റ്റം. പിന്നെ അവിടെ നമ്മൾ ഓരോ പൊസിഷനും കറസ്പോണ്ടിങ് ആയിട്ടുള്ള വെയിറ്റിനെ കുറിച്ച് പറഞ്ഞു. ജനറൽ ആയിട്ട് ഏതൊരു നമ്പർ സിസ്റ്റത്തിലും ഒരു നമ്പറിനെ എങ്ങനെ നമുക്ക് എക്സ്പാൻഷൻ ഉപയോഗിച്ചിട്ട് അതിൻ്റെ വാല്യൂ ഇവാലുവേറ്റ് ചെയ്യാൻ പറ്റും, ഇത്രയാണ് നമ്മളവിടെ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അതുകൂടാതെ ഡിഫറെൻ്റ് ആയിട്ടുള്ള പൊസിഷണൽ നമ്പർ സിസ്റ്റംസ് ഏതൊക്കെയാണെന്ന് നമ്മൾ പറഞ്ഞിരുന്നു. അതിൽ ഒന്നാണ് ബൈനറി നമ്പർ സിസ്റ്റം. നമുക്കറിയാം ഈ ഡിജിറ്റൽ വേൾഡിൽ ഡിജിറ്റൽ കമ്മ്യൂണിക്കേഷൻ ആക്ച്വലി സിഗ്നൽസിനെ സെൻഡ് ചെയ്യുന്നത് 1 and 0 ഉപയോഗിച്ചിട്ടാണ് നമുക്ക് അറിയാവുന്നതാണ്. അപ്പോൾ ഒരു കമ്പ്യൂട്ടറിൽ the only possible digits we use to encode data that are 0 and 1. അത് 1 0 ഉപയോഗിച്ചിട്ടാണ് നമ്മൾ കമ്പ്യൂട്ടറുകളിൽ ഡാറ്റ ട്രാൻസ്മിഷൻസ് നടത്തുന്നത്. കമ്പ്യൂട്ടറിൽ മാത്രമല്ല, എല്ലാ ഡിജിറ്റൽ നെറ്റ്വർക്ക്സിലും നമ്മൾ ഡാറ്റ ട്രാൻസ്മിഷൻസ് ചെയ്യുന്നത് 0 1 ഉപയോഗിച്ചിട്ടാണ്. 0 1 എന്നുള്ള ഈ രണ്ട് സിമ്പിൾസ് ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ഡിജിറ്റൽ സിഗ്നൽസിനെ സെൻഡ് ചെയ്യുന്നത്. അപ്പോൾ ഈ രണ്ട് സിമ്പിൾസ് ഉപയോഗിച്ചിട്ടുള്ള ഒരു നമ്പർ സിസ്റ്റം 0 and 1, ഓൺലി 2 സിമ്പിൾസ്, ഇതുപയോഗിച്ചിട്ടുള്ള നമ്പർ സിസ്റ്റത്തിനെ നമുക്ക് ബൈനറി നമ്പർ സിസ്റ്റം എന്ന് പറയാം. ബൈനറി നമ്പർ സിസ്റ്റം. ഇപ്പോൾ ബൈനറി നമ്പർ സിസ്റ്റം ഒരു ബേസ് 2 സിസ്റ്റം ആണ്, കാരണം അതിൽ രണ്ട് സിമ്പിൾസ് മാത്രമാണ് ഉപയോഗിക്കുന്നത്. ഇനി ഡെസിമൽ നമ്പർ സിസ്റ്റം ഡിസ്കസ് ചെയ്ത സമയത്ത് നമ്മൾ പറഞ്ഞിട്ടുള്ള എല്ലാ പ്രിൻസിപ്പിൾസും നമുക്ക് ബേസ് 2ൻ്റെ കേസിൽ അപ്ലൈ ചെയ്യാൻ പറ്റും. ഇവിടെ ഉണ്ടാകുന്ന ചേഞ്ച് എന്ത് മാത്രമാണ്? ബേസ് 2 എന്നുള്ളത് ബേസ് 10 എന്നുള്ളത് ബേസ് 10 മാറി എന്തായി ചേഞ്ച് ചെയ്തു? ബേസ് 2 ആയിട്ട് മാറി. അതേപോലെ തന്നെ സിമ്പിൾസ്, അവിടെ 10 സിമ്പിൾസ് ഉണ്ടായിരുന്നു, ഇവിടെ ഓൺലി 2 സിമ്പിൾസ് ആയിരിക്കും. അതായത് മെയിനായിട്ട് നമ്മളവിടെ പറഞ്ഞിരിക്കുന്നത് പൊസിഷണൽ നമ്പർ സിസ്റ്റം ആണ്. ഡെസിമൽ നമ്പർ സിസ്റ്റം ആയി കഴിഞ്ഞാലും ബൈനറി നമ്പർ സിസ്റ്റം ആയി കഴിഞ്ഞാലും അപ്പോൾ അതുകൊണ്ട് തന്നെ ഓരോ പൊസിഷനും വെയിറ്റുകൾ ഉണ്ടായിരിക്കും. ഡെസിമൽ നമ്പർ സിസ്റ്റത്തിൽ പൊസിഷൻ്റെ വെയിറ്റുകൾ എങ്ങനെയായിരുന്നു? 10⁻0, 10⁻1, 10⁻2 എക്സെട്ര. എവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യുന്നു? റൈറ്റ് മോസ്റ്റിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യുന്നു. ഇവിടെ ബേസ് 2 ആണ്. അപ്പോൾ പൊസിഷൻ്റെ വെയിറ്റുകൾ കറസ്പോണ്ടിങ് ആയിട്ട് എന്തായിരിക്കും? 2⁻0, 2⁻1, 2⁻2, 2⁻3 എക്സെട്ര. റൈറ്റിൽ നിന്ന് ലെഫ്റ്റിലേക്ക് പോരുന്തോറും എന്ത് സംഭവിക്കും? വെയിറ്റ് മൾട്ടിപ്ലൈ, അത് 2ൻ്റെ പവർ ഇൻക്രീസ് ചെയ്ത് വരും.
അപ്പോൾ ബൈനറി നമ്പർ സിസ്റ്റം എത്ര സിമ്പിൾസാണ് യൂസ് ചെയ്യുന്നത്? 2 സിമ്പിൾസ് 0 and 1. ഈ ഉപയോഗിക്കുന്ന 2 സിമ്പിൾസിനെ നമ്മൾ പറയുന്ന പേരാണ് ഇറ്റ് ഈസ് ബിറ്റ്സ്. ഇമ്പോർട്ടൻ്റ് ആണ്. അതായത് ഡിജിറ്റൽ നമ്പർ സിസ്റ്റത്തിൽ നമ്മൾ യൂസ് ചെയ്യുന്ന ഈ 0 and 1 നമ്മൾ പറയുന്നതാണ് ഇറ്റ് ഈസ് ബിറ്റ്സ്. ഓക്കെ, ബൈനറി നമ്പർ സിസ്റ്റത്തിന്റെ ബേസ് 2 ആണ്. എന്തുകൊണ്ടാണ് ഇതിനെ ബൈനറി നമ്പർ സിസ്റ്റം എന്ന് വിളിക്കുന്നത്? ഇത് 2 സിമ്പിൾസിനെ മാത്രമേ അലോ ചെയ്യുന്നുള്ളൂ. അതുകൊണ്ടാണ് അതിനെ ആ പേര് വെച്ച് വിളിക്കുന്നത്. ഓരോ നമ്പർ സിസ്റ്റത്തിനെ അതുകൊണ്ട് തന്നെയാണ് ഡെസിമൽ. ഡെക് കെമിസ്ട്രിയിൽ നമ്മൾ ഡീൽ ചെയ്യുന്നതാണ്. ഇത് 10 കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഡീസ് ഉപയോഗിക്കുന്നത്. ബൈനറി 2, അതായത് 2 ഡിനോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇനി അതേപോലെ ഒക്ട് 8 സൂചിപ്പിക്കാൻ വേണ്ടിയിട്ട്. ഹെക്സ് 6 സൂചിപ്പിക്കാൻ. നമുക്കുള്ള നമ്പർ സിസ്റ്റം ഹെക്സാഡെസിമൽ ആണ്. അപ്പോൾ അത് 16 സൂചിപ്പിക്കാൻ വേണ്ടിയിട്ട്. ഇപ്പം എല്ലാം ആ സിമ്പിൾസിൻ്റെ എണ്ണം നോക്കിയിട്ട് തന്നെയാണ് നമ്പർ സിസ്റ്റത്തിൻ്റെ പേര് നൽകിയിട്ടുള്ളത്. ഇനി അടുത്ത ഇമ്പോർട്ടൻറ്റ് പോയിന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൽ 0 and 1 നമ്മൾ ബിറ്റായിട്ട് പറയുന്നത്. ഇനി 4 ഡിജിറ്റ് കൂടിക്കഴിഞ്ഞാൽ അതിനെയാണ് എന്തായിട്ട് പറയുന്നത്? നിബിൾ. ഇനി 8 ഡിജിറ്റ് കൂടിക്കഴിഞ്ഞാൽ അതിനെയാണ് ബൈറ്റ് ആയിട്ട് പറയുന്നത്. കാരണം ഈ ടേമുകളൊക്കെ നിങ്ങൾക്ക് ഫെമിലിയർ ആയിരിക്കും. ബിറ്റ്, ബൈറ്റ് ഒക്കെ നിങ്ങൾ കേൾക്കുന്നത് തന്നെയാണ്. കിലോ ബൈറ്റ്, മെഗാബൈറ്റ്, ജിഗാബൈറ്റ്, ടെറാബൈറ്റ്. ഓക്കെ, അപ്പം ആ ബൈറ്റ് എന്നുള്ളത് 8 ഡിജിറ്റ്, അതായത് 8 ബൈനറി ഡിജിറ്റ് കൂടിയിട്ടുള്ള ഒരു കൂട്ടത്തിനെയാണ് എന്തായിട്ട് പറയുന്നത്? ബൈറ്റ് ആയിട്ട് പറയുന്നത്. നിബിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 4 ഡിജിറ്റിന്റെ ഒരു കൂട്ടാണ്. അപ്പൊ ഇതില് 1001 ഇവിടെ 4 ഡിജിറ്റ്സ് ആണ് ഉള്ളത്. അതിനെ നിബിൾ ആയിട്ട് പറയാം. ഇവിടെ നോക്കുക, 1001 0110. അപ്പൊ അതെന്താണ്? 8 എണ്ണം ഉണ്ട്, 8 ഡിജിറ്റ്സ് ഉണ്ട്. അപ്പൊ അത് ബൈനറി ബൈറ്റ് ആണ്. ഇതൊരു ബൈറ്റ് ആണ്, ഇതൊരു നിബിൾ ആണ്. ഇനി നമുക്ക് എങ്ങനെയാണ് ബൈനറിയിലെ കൗണ്ടിങ് നടത്തുന്നത് നോക്കാം. അപ്പൊ ആദ്യം നമുക്ക് അറിയാവുന്നത് ഡെസിമൽ നമ്പർ സിസ്റ്റത്തിൽ നമ്പേഴ്സ് നമുക്കറിയാം. കൗണ്ടിങ് 0 1 2 3 4 5 6 7 8 9. 9 കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ വരുന്ന നമ്പർ 10, അതായത് 10 ആണ്. അത് നമ്മൾ കിട്ടുന്നത് എങ്ങനെയാന്ന് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞു. എന്താണ്? ഡെസിമൽ നമ്പർ സിസ്റ്റത്തിൽ മാക്സിമം ഡിജിറ്റ് 9 ആണ്. അപ്പോൾ സിംഗിൾ ഡിജിറ്റ് ഇവിടെ കംപ്ലീറ്റ് ആയിട്ട് കഴിഞ്ഞു. ഇനി 2 ഡിജിറ്റ് ആണ് വരിക. അപ്പോൾ എന്ത് ചെയ്യണം? 2 ഡിജിറ്റിൽ ഫസ്റ്റ് നമ്പർ കിട്ടാൻ വേണ്ടിയിട്ട് ഇവിടുത്തെ 9 ഇറ്റ് ഈസ് ദി ലാർജസ്റ്റ് ഇൻ ദി ഡെസിമൽ നമ്പർ സിസ്റ്റം. അപ്പോൾ അതിനെ നമ്മൾ ഏറ്റവും മിനിമം ആക്കി 0 ആക്കി. തൊട്ടടുത്ത ഡിജിറ്റിൽ നമ്മൾ 1 ആഡ് ചെയ്തു. അപ്പോൾ അവിടെ ആക്ച്വലി ഒരു 0 ആയിരിക്കും. അപ്പോൾ അതിനെ 1 ആഡ് ചെയ്തു. അപ്പോൾ 10. ഓക്കെ, ഇനി അതേപോലെ നമ്മൾ വേറൊരു കാര്യം പറഞ്ഞു. അവിടെ 2 ഡിജിറ്റിൽ മാക്സിമം അവിടെ 99 ആണ് വരുന്നത്. ഇപ്പോൾ 2 ഡിജിറ്റും മാക്സിമം ആയി. ഓക്കെ, ഇപ്പോൾ 2 ഡിജിറ്റിലെ മാക്സിമം നമ്പർ ആണ് 99. ഇനി അതിൽ
നമ്മൾ കൂട്ടാൻ വേണ്ടിയിട്ട് നമുക്കപ്പോൾ എന്ത് ചെയ്യാം? നമ്മൾ പറഞ്ഞു നെക്സ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ട് ആ ആദ്യത്തെ 9 നമ്മൾ 0 ആക്കി, രണ്ടാമത്തെ 9 അതായത് ഏറ്റവും മിനിമം ആക്കി, മൂന്നാമത്തെ ഡിജിറ്റിൽ നമ്മൾ 1 ആഡ് ചെയ്തു. ഇപ്പോൾ 3 ഡിജിറ്റ് നമ്പർ കിട്ടി. ഇതേപോലെയാണ് നമ്മൾ ആ കൗണ്ടിങ് സീക്വൻസ് മാറ്റി കൊണ്ടുവരിക. അപ്പോൾ ഇവിടെ ഇനി നമ്മൾ ഈ സൈഡിൽ നമ്മൾ ബൈനറി നമ്പേഴ്സിൻ്റെ സീക്വൻസ് ആണ് നമ്മൾ കാണിക്കുന്നത്. ഓക്കെ, അതായത് ബൈനറി നമ്പർ സിസ്റ്റത്തിൽ നമ്മളുടെ സെറ്റ് നമുക്കറിയാം, അതായത് സിമ്പിൾസ് ആകെ 0, 1 ആണ്. 2 സിമ്പിൾസ് മാത്രമേ ഉള്ളൂ. അതിൽ 0 സ്മോളസ്റ്റ് ആണ്, 1 ലാർജസ്റ്റ് ആണ്. ഓൺലി 2. ഓക്കെ, 2 എണ്ണം മാത്രമേ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഫസ്റ്റ് കൗണ്ട് സ്റ്റാർട്ട് ചെയ്യാണ്. ഫസ്റ്റ് 0 തന്നെ. ഓക്കെ, ഇനി നെക്സ്റ്റ് 1. ഇപ്പോൾ 0 ആയി, 1 ആയി. അപ്പോൾ ഇവിടെ നോക്കുക, 1 ഡിജിറ്റിൽ മാക്സിമം എത്തിച്ചേർന്നു. ഇനി ആക്ച്വൽ വാല്യൂ നമ്മൾ 2 ആണ് ഇനി റെപ്രസെന്റ് ചെയ്യേണ്ടത്. അപ്പോൾ റെപ്രസെന്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇവിടെ ബൈനറി സിസ്റ്റത്തിലെ മാക്സിമം എത്തിച്ചേർന്നു. ഇനി അപ്പോൾ 2 ഡിജിറ്റ് ആക്കണം എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം? നമ്മൾ ഇതിനെ ഏറ്റവും മിനിമം ആക്കണം. ഇതിനെ ഏറ്റവും മിനിമം ആക്കണം. മിനിമം ആക്കി കഴിഞ്ഞാൽ തൊട്ടടുത്ത ഇതിൻ്റെ കൂടെ 1 ആഡ് ചെയ്യണം. ആക്ച്വലി അവിടെ ഒരു 0 ആയിരുന്നു, 0ൻ്റെ കൂടെ 1 ആഡ് ചെയ്യണം. അപ്പം നമുക്ക് 1 കിട്ടി. ഓക്കെ, അപ്പം ഇങ്ങനെയാണ് നമുക്ക് ഇപ്പം ഈ ഒരു 10 ഇപ്പോൾ 10 കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ എന്താ ചെയ്യുന്നത്? ഡെസിമലിലെ 2 എന്നുള്ള ക്വാണ്ടിറ്റി നമുക്ക് കിട്ടാൻ വേണ്ടിയിട്ട് ബൈനറിയിൽ 2 എന്നുള്ള ഒരു സിമ്പിൾ നമുക്ക് എഴുതാൻ പറ്റില്ല. അപ്പം അതുകൊണ്ട് നമ്മളിവിടെ എഴുതിയിരിക്കുന്നത് 10 ആണ്. ആ 10 എന്നുള്ളത് 2ന് ഈക്വലൻ്റ് അല്ലേ എന്നുള്ളത് നമുക്കറിയാം. കാരണം എന്ത് റൂൾ വെച്ചിട്ട്? എക്സ്പാൻഷൻ തിയറി ഉപയോഗിച്ച് നമ്മൾ എഴുതി നോക്കുകയാണെങ്കിൽ 1 × 2⁻1 + 0 × 2⁻0. ഓക്കെ, 1 × 2⁻1, 1 × 2, ദാറ്റ് ഈസ് ഈക്വൽ ടു 2. ഓക്കെ, ഇനി ഇതേപോലെ നമ്മൾ തൊട്ടടുത്ത ക്വാണ്ടിറ്റി എന്തായിരിക്കും? ഇതിൻ്റെ കൂടെ 1 ആഡ് ചെയ്താൽ മതി. ഒരു 1 ഇതിൻ്റെ കൂടെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ അടുത്ത ക്വാണ്ടിറ്റി എന്തായിരിക്കും? ഇറ്റ് മസ്റ്റ് ബി ഈക്വൽ ടു 3. 1 1 എന്നുള്ളത് ബൈനറിയിൽ 1 1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡെസിമലിലെ അത് കറസ്പോണ്ടിങ് 3 ആയിരിക്കും. ഇനി ഇവിടെ നോക്കുക, ഇവിടെ എന്ത് സംഭവിച്ചു? ഇറ്റ് ഈസ് 2 ഡിജിറ്റിലെ മാക്സിമം ഒബ്റ്റെയിൻ ചെയ്തു. 2 ഡിജിറ്റിലെ മാക്സിമം ഒബ്റ്റെയിൻ ചെയ്തു. ഇനി ഇതിനെ അടുത്ത നമ്പർ കിട്ടണം എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം? ആദ്യത്തെ ആ 2 മാക്സിമത്തിലെത്തിയതിനെ 2 മിനിമം ആക്കുക. തൊട്ടടുത്ത ഡിജിറ്റിൽ 1 ആഡ് ചെയ്യാം. ഇപ്പം നമുക്ക് കിട്ടിയത് എത്രയാണ്? 100. ആ 100 എന്നുള്ളത് അപ്പം എന്തായിരിക്കണം? ഇറ്റ് മസ്റ്റ് ബി ദി ബൈനറി നമ്പർ equivalent to the value 4. ഓക്കെ, ഇപ്പൊ നമ്മൾ 4നെ നമ്മൾ റെപ്രസെന്റ് ചെയ്തു. ഇറ്റ് ഈസ് 100. ഓക്കെ, അപ്പൊ ഇങ്ങനെ നമ്മൾ കണ്ടിന്യൂ ചെയ്ത് പോയി കഴിഞ്ഞാൽ നമുക്ക് ഓരോ ഡിജിറ്റിലും ഓരോ വാല്യൂസിന് കറസ്പോണ്ടിങ് ആയിട്ട് ബൈനറി കണ്ടെത്താൻ പറ്റും. അപ്പൊ അതിന് ജനറൽ ആയിട്ട് നമ്മൾ പറയുകയാണെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാം? ഓരോ സമയത്തും, അതായത് ഓരോ സമയത്തും ഓരോ ഡിജിറ്റ്, അതായത് എക്സോസ്റ്റ് ചെയ്ത് പോവുകയാണെന്നുണ്ടെങ്കിൽ, എക്സോസ്റ്റ് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിലെ
ആദ്യം 0 വന്നു, പിന്നെ ആ ഡിജിറ്റിന്റെ അവിടെ 1 വന്നു. അതായത് 2 ഡിജിറ്റും ഓൾറെഡി കഴിഞ്ഞു. പിന്നെ എന്ത് വരണം? അപ്പൊ ഡിജിറ്റിന്റെ എണ്ണം കൂടും. ഒന്നുകൂടി കാണിക്കുന്നു. ആദ്യം 0 ആയിരുന്നു, പിന്നെ അത് 1 ആയിട്ട് മാറാം. ആ ഡിജിറ്റിൽ അത് മാക്സിമം എത്തിച്ചേർന്നു. 2 ഡിഫറെന്റ് കോമ്പിനേഷൻ എത്തി. പിന്നെ ഇനി കോമ്പിനേഷൻ മാറി 0, 1. ഓക്കെ. ഇനി ആ 0, 1 ഇനി എന്ത് കോമ്പിനേഷൻ വരും? കാരണം ഇവിടെ നമ്മൾ 1 ആഡ് ചെയ്ത് കൊടുത്തു. ലെഫ്റ്റിലേക്ക് 1 ആഡ് ചെയ്തു. ലെഫ്റ്റിലേക്ക് 1 ആഡ് ചെയ്യുമ്പോൾ 1, 1 വന്നു. ഓക്കെ. ഇനി എന്ത് ചെയ്യണം? ഇനി നമ്മൾ ഇവിടെ 1 ആക്ച്വലി ആഡ് ചെയ്യാണ്. 1 ആഡ് ചെയ്യുന്ന സമയത്ത്, കാരണം നമുക്ക് അടുത്ത സീക്വൻസ് കിട്ടണം എന്നുണ്ടെങ്കിൽ ഇനി എങ്ങനെയാണ് ആഡ് ചെയ്യുന്നത് എന്നുള്ള ബൈനറി നമ്പർ ആഡ് ചെയ്യുന്നത് കുറച്ചും കൂടി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ഡിസ്കസ് ചെയ്യും. ഇപ്പൊ നമ്മൾ ജസ്റ്റ് മനസ്സിലാക്കുന്നത് തൊട്ടടുത്ത ബൈനറി നമ്പർ കിട്ടണം എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം. ഓക്കെ. അപ്പൊ നമ്മൾ ഇവിടെ ചെയ്യുന്നത് ഇതിനെ 2നെയും 0 ആക്കി, അടുത്ത ഡിജിറ്റ് 1 ആക്കി. അപ്പൊ ഇത് 4ന് കറസ്പോണ്ടിങ് ആണെന്ന് പറഞ്ഞു. ഇനി അടുത്തത് അങ്ങനെയാണെങ്കിൽ എന്തായിരിക്കണം? ലെഫ്റ്റിലാണ് നമ്മൾ 1 ആഡ് ചെയ്യുന്നത്. ദെൻ അവിടെ 1 ആയി, ഇത് രണ്ടും ഇതേപോലെയായി. ഓക്കെ. ഇപ്പൊ കുറച്ച് നമ്പർ നമുക്കൊന്ന് ഇതേ രൂപത്തിൽ എഴുതി നോക്കാം. അപ്പൊ ആദ്യം ഒരു നമ്പർ, നമുക്ക് ബൈനറി നമ്പർ കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ അതിന്റെ കറസ്പോണ്ടിങ് വാല്യൂ എങ്ങനെ കണ്ടെത്തും? അപ്പൊ നമ്മളൊരു 100 നമ്മൾ 4 ആണെന്ന് പറഞ്ഞു നമ്മൾ സീക്വൻസ് എഴുതി വന്ന സമയത്ത്. അപ്പൊ നമുക്കൊരു ബൈനറി നമ്പർ കിട്ടിയിട്ടുണ്ട് 110. ഏതൊരു നമ്പറിനെയും, ഏതൊരു ബേസ് ആയിട്ടുള്ള ഒരു നമ്പറിനെയും കറസ്പോണ്ടിങ് ആയിട്ട് അതിന്റെ വാല്യൂ കണ്ടെത്താൻ വേണ്ടിയിട്ട് നമുക്ക് എക്സ്പാൻഷൻ മെത്തേഡ് യൂസ് ചെയ്യാം. അപ്പൊ ഇപ്പൊ ഇവിടെ നമ്മളുടെ നമ്പർ ഒരു ബൈനറി നമ്പർ ആണ് 110. ഓക്കെ. ആ ബൈനറി നമ്പറിന്റെ എക്സ്പാൻഷൻ മെത്തേഡ് വെച്ച് നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും? ഇവിടുത്തെ ഫസ്റ്റ് ഡിജിറ്റ് റൈറ്റിൽ നിന്നുള്ള ഫസ്റ്റ് ഡിജിറ്റ് ഇതാണ്. അതിന്റെ വെയിറ്റ് 2⁻²0. അടുത്തതിന്റെ വെയിറ്റ് 2⁻1. ഇത് 2⁻2. അപ്പൊ ആ രൂപത്തിൽ നമുക്ക് അതിനെ എക്സ്പാൻഡ് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ നോക്കുക, 1 × 2⁻2 പ്ലസ് 1 × 2⁻1 പ്ലസ് 0 × 2⁻0. 1 × 4 പ്ലസ് 1 × 2 പ്ലസ് 0 × 1, 4 + 2 ദാറ്റ് ഈസ് ഈക്വൽ ടു 6. അതായത് 110 എന്നുള്ളത് എഴുതി കഴിഞ്ഞാൽ അതെന്താണ്? ബൈനറിയിൽ 110 എഴുതി കഴിഞ്ഞാൽ അത് ആക്ച്വൽ അതിൻ്റെ വാല്യൂ 6 ആണ്. അല്ലെങ്കിൽ നമ്മളുടെ ഡെസിമൽ നമ്പർ സിസ്റ്റത്തിൽ അതിൻ്റെ ഈക്വലന്റ് 6 ആണ്. ഓക്കെ. അപ്പൊ ഡെസിമൽ 6 ഈസ് ഈക്വൽ ടു ബൈനറി 110. സ്റ്റാൻഡേർഡ് ആയിട്ട് നമ്മൾ കാണിക്കുമ്പോൾ ഈ രൂപത്തിലാണ് ഇതിനെ കാണിച്ചിട്ടുണ്ടാവുക. നമ്പർ എഴുതുന്നു, അതിൻ്റെ പൊസിഷൻ വെയിറ്റുകൾ 0 ഡിജിറ്റ് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത് എപ്പോഴും 0 ആയിരിക്കും. നോൺ 0 ഡിജിറ്റ് മാത്രമാണ് ഏത് ബേസിലാണെന്നുണ്ടെങ്കിലും കോൺട്രിബ്യൂഷൻ ഉണ്ടാവുള്ളൂ. അപ്പോൾ അതുകൊണ്ട് നോൺ 0 ആയിട്ടുള്ളത് അതിനുള്ള കോൺട്രിബ്യൂഷൻ 2 and 4 ആണ്. ആഡ് ചെയ്ത സമയത്ത് നമുക്ക് 6 ആയിട്ട് നമുക്ക് ഒബ്റ്റെയിൻ ചെയ്തു. ഓക്കെ. അങ്ങനെയാണെങ്കിൽ ഒരു 6 എന്നുള്ള കൗണ്ട് റെപ്രസെന്റ് ചെയ്യുന്നത് 110 ആണ്. അപ്പൊ ഇനി നമ്മൾ 0 മുതൽ 7 വരെയുള്ള നമ്പേഴ്സ് വാല്യൂസ് ഡെസിമലിലും അതേപോലെ തന്നെ ബൈനറിയിലും നമ്മൾ എഴുതി നോക്കാണ്. നമ്മളൊരു 4 വരെ നമ്മൾ ഓൾറെഡി കണ്ടിരുന്നു. അപ്പോൾ ഇവിടെ എഴുതിയ സമയത്ത് 4 ബിറ്റ് ആയിട്ടാണ് എഴുതിയിട്ടുള്ളത്. നമ്മൾ അവിടെ ചെയ്ത സമയത്ത് നമ്മൾ എഴുതിയിരുന്നത് ഒന്നും കൂടെ ഞാൻ ഇവിടെ എഴുതുന്നു 0. എങ്ങനെ നമ്മൾ എഴുതിയത്? 110
1 1 1 0 0 1 0 1. ഓക്കെ, ഇത്രയാണ് നമ്മൾ കാണിച്ചിരുന്നത്. നമുക്കറിയാം ഇപ്പം ഇവിടെ റെപ്രസെൻറ്റേഷനിൽ നമ്മൾ ഉപയോഗിക്കുമ്പോൾ, കാരണം ഇതിനൊരു നിബിളായിട്ട് നമ്മൾ കാണിക്കണം എന്നുണ്ടെങ്കിൽ ഇവിടെ എത്ര ബിറ്റുകൾ വേണം? 4 സിമ്പിൾസ് വേണം. ഓക്കെ, ബാക്കിയുള്ളത് ഞാൻ അവിടെ സീറോകൾ ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. ഓക്കെ, അപ്പം ഇവിടെ നോക്കുക 0 0 0 0 അത് 0ക്ക് ഈക്വലൻ്റ് ആണ്. 0 0 ലാസ്റ്റ് മാത്രം 1, ദെൻ 1, അടുത്തത് 1 0, 3 എന്നുള്ളത് 1 1, 4 എന്നുള്ളത് 1 0 0, 5 എന്നുള്ളത് 1 0 1. അതുവരെയാണ് നമ്മൾ പറഞ്ഞത്. ഇനി ഇതിൻ്റെ കൂടെ നമ്മൾ ആക്ച്വലി നമ്മളുടെ 1 0 1ൻ്റെ കൂടെ നമ്മൾ 1 ആഡ് ചെയ്യാണ് ചെയ്യുന്നത്. ഓക്കെ, ഇപ്പം ഇവിടെ നമ്മൾ ചെയ്യുന്ന സമയത്ത് നമ്മൾ ആലോചിച്ച് നോക്കേണ്ടത്, നമ്മൾ ഡെസിമൽ നമ്പർ സിസ്റ്റത്തിൽ 9 പ്ലസ് 1 ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്താ കിട്ടുക? ഇറ്റ് ഈസ് ഈക്വൽ ടു 10 ആണ്. അതായത് 9 കഴിഞ്ഞിട്ട് നമുക്കറിയാം 9 എന്നുള്ളത് സിംഗിൾ ഡിജിറ്റിലെ ലാസ്റ്റ് ആണ്. അതിൻ്റെ കൂടെ 1 ആഡ് ചെയ്യുന്ന സമയത്ത് നമ്മൾ തൊട്ടടുത്ത ഇത് കിട്ടാൻ വേണ്ടിയിട്ട് ആ ഫസ്റ്റ് ഡിജിറ്റിനെ 0 ആക്കി അടുത്തതിനെ 1 ആക്കി. അതാണ് നമ്മൾ നോർമൽ കേസിൽ നമ്മൾ പറഞ്ഞിട്ടുള്ളത്. ഇനി അഡീഷനിലാണെന്നുണ്ടെങ്കിൽ ഈ രൂപത്തിൽ 9 പ്ലസ് 1 ഈസ് ഈക്വൽ ടു 1 0. ഇനി 9 പ്ലസ് 2 ആണെന്നുണ്ടെങ്കിലോ ഇറ്റ് ഈസ് ഡെസിമൽ നമ്പർ സിസ്റ്റത്തിന് 11 ആണ്. isn't it? ഓക്കെ, അപ്പോൾ ഇവിടെ 9 പ്ലസ് 1 ചെയ്ത് കഴിഞ്ഞാൽ ആക്ച്വലി ദ റിസൾട്ട് ഈസ് 0 വിത്ത് ക്യാരി 1. നമ്മൾ അങ്ങനെ തന്നെയാണ് ചെയ്യുക. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഇവിടെ ഞാൻ 29 പ്ലസ് 31 ഇതാണ് ആഡ് ചെയ്യുന്നത്. നോക്കുക, ഡെസിമൽ നമ്പേഴ്സ് 9 പ്ലസ് 1. നമ്മൾ ഇവിടെ ഒരിക്കലും 10 അല്ല എഴുതുക, 0 മാത്രം. 9 പ്ലസ് 1 ഈക്വൽ ടു 0 വിത്ത് എ ക്യാരി 1. isn't it? അപ്പോൾ അതേ രൂപത്തിൽ തന്നെയാണ് നമ്മൾ ആക്ച്വലി എന്ത് ചെയ്യേണ്ടത്? ബൈനറി നമ്പേഴ്സിനെ നമ്മൾ ആഡ് ചെയ്യുന്ന സമയത്ത് ഈ രൂപത്തിൽ തന്നെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ആഡ് ചെയ്ത് പോകുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ ആ ഒരു കേസാണ് കാണിക്കുന്നത്. ശ്രദ്ധിക്കുക, ഇതിൻ്റെ കൂടെ 1 ആഡ് ചെയ്യാണ്. 1 പ്ലസ് 1 ഇവിടെ നോക്കുക, ഈ 1ൻ്റെ കൂടെ 1 ആഡ് ചെയ്ത് കഴിഞ്ഞാൽ സം എന്താണ്? ഇറ്റ് ഈസ് ഈക്വൽ ടു 0 എന്നുണ്ടായിരിക്കും, ഒരു ക്യാരി 1 ഉണ്ടായിരിക്കും. ആ 1 ഇവിടെ കൊടുത്തു. 1 പ്ലസ് 0 ഇറ്റ് ഈസ് ഈക്വൽ ടു 1, ദെൻ ഇറ്റ് ഈസ് ഈക്വൽ ടു 1 1 1 0. അതായത് 1 0 1ൻ്റെ കൂടെ 1 ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ഇറ്റ് ഈസ് 0 1 1 0. ഇനി അടുത്തത് ഞാൻ ഇതിൻ്റെ കൂടെ ഒരു 1 കൂടെ ആഡ് ചെയ്യുന്നു. നോക്കുക, 0 1 ഇറ്റ് ഈസ് ഈക്വൽ ടു 1. ഇനി ഇവിടെ 0 ആണ്, ദെൻ 1 1. അപ്പോൾ അടുത്ത നമ്പർ കിട്ടി, ഇറ്റ് ഈസ് 0 1 1 1. ഇപ്പോൾ ഇവിടെ നോക്കുക, 3 ഡിജിറ്റും 1 ആണ്. അതായത് ബൈനറി സിസ്റ്റത്തിൽ 3 ഡിജിറ്റ് ഉപയോഗിച്ച് എഴുതാൻ പറ്റുന്ന മാക്സിമം നമ്പർ എത്തിച്ചേർന്നു. അപ്പോൾ അതെത്രയാണ്? 7 ആണ് ഡെസിമൽ നമ്പർ സിസ്റ്റത്തിൽ. ഇപ്പോൾ ബൈനറി 3 ഡിജിറ്റ് ഉപയോഗിച്ച് എഴുതാൻ പറ്റുന്ന മാക്സിമം നമ്പർ 7 ആണ്, അതിൻ്റെ ഡെസിമൽ ഈക്വലൻ്റ്. അപ്പോൾ ഇനി നമുക്ക് ഇവിടെ എത്തിക്കഴിഞ്ഞാൽ അടുത്തൊരു നമ്പർ കിട്ടണം എങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ഇതിൻ്റെ കൂടെ 1 ആഡ് ചെയ്യുക. 1 ആഡ് ചെയ്ത സമയത്ത് നമുക്ക് അപ്പോൾ എങ്ങനെയാണ് കിട്ടുന്നത്? 3 ഡിജിറ്റിനെയും നമ്മൾ എന്താക്കും? 0 ആക്കും. 4ാമത്തെ ഡിജിറ്റിൻ്റെ കൂടെ 1 ആഡ് ചെയ്യും. ഓക്കെ, അപ്പോൾ 1 0 0 0 ഇതാണ് നമുക്ക് ഒബ്റ്റെയിൻ ചെയ്യുക. അപ്പോൾ നമുക്ക് ബാക്കിയുള്ള നമ്പേഴ്സ് 1 15 വരെ ഒന്ന് എഴുതി നോക്കുകയാണെങ്കിൽ നമുക്ക് കിട്ടുക ഈ രൂപത്തിലായിരിക്കും. നമ്മളിപ്പോൾ കാണിച്ചു, തൊട്ടടുത്ത് നമുക്ക് കിട്ടുമ്പോൾ 1 0 0 0. അത് ആക്ച്വലി എത്രയായിരിക്കും? ഇറ്റ് ഈസ്
8ന് കറസ്പോണ്ടിങ് ആയിരിക്കും. ഇനി അതിൻ്റെ കൂടെ 1 ചെയ്ത് കഴിഞ്ഞാൽ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ഇറ്റ് ഈസ് 9. അടുത്തത് 10ന് കറസ്പോണ്ടിങ് ആയിരിക്കും. ഇങ്ങനെ ആഡ് ചെയ്ത് വന്നു കഴിഞ്ഞാൽ നമുക്ക് 15 വരെ ഇതേപോലെ എഴുതാം. ഓരോന്നിലും 1 ആഡ് ചെയ്ത് വന്നിരിക്കുകയാണ്. ജസ്റ്റ് ഒന്ന് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ക്ലിയർ ആയിരിക്കും. ഓക്കെ, ഇവിടെ നമ്മളൊരു 15 വരെ എങ്ങനെയാണെന്നുള്ളത് ജസ്റ്റ് അനലൈസ് ചെയ്തു. പക്ഷെ ഇനി വേറൊരു നമ്പർ, ഫോർ എക്സാമ്പിൾ ഏതെങ്കിലും ഒരു നമ്പർ നമുക്ക് തന്നു കഴിഞ്ഞാൽ അതിനെ നമ്മൾ എങ്ങനെ ബൈനറിയിലേക്ക് കൺവേർട്ട് ചെയ്യും, അതേപോലെ തന്നെ ഒരു ബൈനറി നമ്പർ തന്നു കഴിഞ്ഞാൽ അതിനെ ഡെസിമൽ ആക്കി എങ്ങനെ കൺവേർട്ട് ചെയ്യും, ഈ കാര്യങ്ങളാണ് ഇനി നമുക്കിവിടെ ഡിസ്കസ് ചെയ്യാനുള്ളത്. അപ്പോൾ ആദ്യം നമ്മൾ ഒരു ബൈനറി നമ്പറിനെ ഡെസിമൽ ആക്കിയിട്ട് കൺവേർട്ട് ചെയ്യാനുള്ള മെത്തേഡാണ് ഡിസ്കസ് ചെയ്യുന്നത്. ബൈനറി നമ്പറിനെ ഡെസിമൽ ആക്കി കൺവേർഷൻ ചെയ്യുന്നു. അപ്പോൾ അതിന് ഫസ്റ്റ് മെത്തേഡ് നമ്മളുടെ എക്സ്പാൻഷൻ മെത്തേഡ്, ജനറൽ എക്സ്പാൻഷൻ മെത്തേഡ്. നമ്മൾ ഫസ്റ്റിൽ തന്നെ നമ്മൾ ഒരു 6നെ കൺവേർട്ട് ചെയ്ത് കാണിച്ചു, അതായത് 6 എന്നുള്ള 110നെ കൺവേർട്ട് ചെയ്ത് കാണിച്ചു. അപ്പോൾ അത് തന്നെയാണ് നമ്മൾ ഇവിടെ ഉപയോഗിക്കുന്നത്. ഒരു ബേസ് 2 നമ്പറിനെ, ബൈനറി നമ്പറിനെ എന്താക്കി മാറ്റുന്നു, നമ്മൾ ഡെസിമൽ നമ്പർ ആക്കി മാറ്റുന്നു. അതിന് വേണ്ടിയിട്ട് എന്താ നമ്മൾ ചെയ്യുന്നത്, ബൈനറി നമ്പറിലെ ഡിജിറ്റ് 1 ആവുന്ന ഭാഗത്തെ പൊസിഷൻ വെയിറ്റിനെ ആഡ് ചെയ്യാം. ബൈനറി നമ്പറിൽ 1 വരുന്ന ഭാഗത്തെ പൊസിഷൻ വെയിറ്റുകളെ ആഡ് ചെയ്യാം. ബൈനറി നമ്പറിലെ പൊസിഷൻ വെയിറ്റുകൾ 2⁻0, 2⁻1 അങ്ങനെ ആയിരിക്കും. അപ്പോൾ 1 വരുന്ന പൊസിഷനിലെ പൊസിഷൻ വെയിറ്റിനെ ആഡ് ചെയ്യാം. നമുക്കറിയാം പൊസിഷൻ വെയിറ്റുകൾ 2⁻0, 2⁻1, 2⁻2, 2⁻3, 2⁻4 എക്സെട്ര ഇങ്ങനെയായിരിക്കും പൊസിഷൻ വെയിറ്റുകൾ. ലെഫ്റ്റിലേക്ക് പോകുന്തോറും പൊസിഷൻ വെയിറ്റിൻ്റെ വാല്യൂ എന്ത് ചെയ്യും, ഇൻക്രീസ് ചെയ്തുകൊണ്ടിരിക്കും. അതുകൊണ്ട് തന്നെ പൊസിഷൻ വാല്യൂസും ഇൻക്രീസ് ചെയ്യും, മൾട്ടിപ്പിൾ ആയിട്ടാണ് പോവുക. 1, 2, 4, 8, 16, then 32, 64, 128, 256 പ്ലസ് എക്സെട്ര. ഓക്കെ, ആ രൂപത്തിലാണ് അത് ഇൻക്രീസ് ചെയ്ത് പോവുക. ഇപ്പോൾ 1 വരുന്ന ഭാഗത്ത് മാത്രം നമ്മൾ ആഡ് ചെയ്യുക. 0 വരുന്നതിന് എന്ത് ചെയ്യുക, 0 വരുന്ന പൊസിഷൻ വെയിറ്റിനെ ആഡ് ചെയ്യേണ്ട കാര്യമില്ല, അതിനെ ഇഗ്നോർ ചെയ്യുക. നമുക്കൊരു എക്സാമ്പിൾ നോക്കാം. കൺവേർട്ട് ദ ബൈനറി 100 101. ടെക്സ്റ്റ് ബുക്കുകളിൽ കാണിക്കുന്ന സമയത്ത്, അതായത് ഒരു നമ്പർ സിസ്റ്റത്തിൽ എഴുതുകയാണെങ്കിൽ ഒന്നുകിൽ ഇതിനെ ബൈനറി എന്ന് മെൻഷൻ ചെയ്യണം, അതല്ലെങ്കിൽ ഇതേപോലെ സബ്സ്ക്രിപ്റ്റ് ആയിട്ട് 2 കാണിച്ചു കഴിഞ്ഞാൽ ഇതൊരു ബൈനറി നമ്പർ ആണെന്ന് നമ്മൾ മനസ്സിലാക്കണം. അപ്പോൾ ഇവിടെ ഇങ്ങനെ എഴുതി കഴിഞ്ഞാലും നമ്മൾ മനസ്സിലാക്കേണ്ടത് 100 101 ഒരു 2 ഇങ്ങനെ സബ്സ്ക്രിപ്റ്റ് ആയിട്ട് എഴുതി കഴിഞ്ഞാൽ അതൊരു ബൈനറി നമ്പർ ആണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. ഇനി 2ന്റെ പൊസിഷനിൽ നമ്മൾ 10 എഴുതി കഴിഞ്ഞാൽ അതൊരു ഡെസിമൽ നമ്പർ ആണ്. ഓക്കെ, അപ്പോൾ ഇതിനെ നമ്മൾ എക്സ്പാൻഷൻ മെത്തേഡ് വെച്ച് ചെയ്യുമ്പോൾ നമ്മൾ എങ്ങനെയാണ് ചെയ്യുക, ഇവിടെ ഓരോ പൊസിഷൻ നമുക്ക് അറിയാം. നമുക്കിവിടെ ഇത് 2⁻0, 2⁻1, 2⁻2, 2⁻3, 2⁻4, 2⁻5 ഇതാണ് അതിൻ്റെ പൊസിഷൻസ് അല്ലെങ്കിൽ പൊസിഷൻ വെയിറ്റ്സ്. അപ്പോൾ ഇവിടെ 3 ഭാഗത്തെ പൊസിഷൻ വെയിറ്റ് ആണ് നമുക്ക് ആഡ് ചെയ്യാനുള്ളത്. ഓക്കെ, അപ്പോൾ 1 ഇൻറ്റു ഫസ്റ്റത്തെ 2⁻0, അടുത്തത് 0 ആണ്, അതിനെ നമ്മൾ ആഡ് ചെയ്യേണ്ട കാര്യമില്ല. അടുത്തത് 1 ആണ്, 1 ഇൻറ്റു 2⁻2. അടുത്ത രണ്ടും 0s ആണ്. നെക്സ്റ്റ് 1 ഇൻറ്റു 2⁻5.
ഇനി 2⁻0 എത്രയാണ്? ഇറ്റ് ഈസ് 1. ഓക്കെ, 2⁻2 എത്രയാണ്? 4. 2⁻5 32. Then 1 plus 4 plus 32. That is equal to what? It is equal to 37. Okay. ഇപ്പൊ ഡെസിമൽ 37 കറസ്പോണ്ടിങ് ആയിട്ട് 37/10 അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഒരു ബൈനറി നമ്പർ ആണ് നമ്മൾ ഇവിടെ എഴുതിയത് 100,101/2. അടുത്തൊരു എക്സാമ്പിൾ നോക്കാം. 10111 10111/2 ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. ഡെസിമലിലേക്കാണ് നമുക്ക് കൺവേർട്ട് ചെയ്യേണ്ടത്. അപ്പൊ ഇതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള പൊസിഷൻസ് നമ്മൾ ഡിനോട്ട് ചെയ്തു. അതിൻ്റെ ഡെസിമൽ പൊസിഷണൽ വാല്യൂസ് നമ്മൾ എഴുതി. ഇനി നമ്മൾ എന്ത് ചെയ്താൽ മതി? ഇവിടെ 0 വരുന്ന മാത്രം നമ്മൾ ആഡ് ചെയ്യേണ്ട, ബാക്കി എല്ലാ പൊസിഷൻസിനെയും നമ്മൾ ആഡ് ചെയ്യുക. അതായത് 16 + 4 + 2 + 1 അത് നമ്മൾ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എത്ര കിട്ടും? ഇറ്റ് ഈസ് 23. അപ്പോൾ 23/10 ആയിട്ട് നമുക്ക് കിട്ടി. ഇതാണ് നമ്മളുടെ ബൈനറി ടു ഡെസിമൽ കൺവേർഷൻ്റെ ഒരു മെത്തേഡ്. ഓക്കെ, ഒരു എക്സാമ്പിളും കൂടെ നോക്കാം. 110010 പൊസിഷൻ പവേഴ്സും പൊസിഷൻ വെയിറ്റും എഴുതിയിട്ടുണ്ട്. ഇനി നമ്മളുടെ നമ്പർ 110010 ആണ്. ആ 3 1 വരുന്ന പൊസിഷനിലെ വെയിറ്റുകൾ മാത്രം നമ്മൾ ആഡ് ചെയ്യുന്നു. നമുക്ക് എത്ര കിട്ടും? ഇറ്റ് ഈസ് ഈക്വൽ ടു 50. ഇനി നമുക്ക് ഈ കൺവേർഷൻ ഉപയോഗിക്കുന്ന അടുത്തൊരു മെത്തേഡ് നോക്കാം. മെത്തേഡിന്റെ പേര് ഡബിൾ ബാബിൾ മെത്തേഡ്. പേര് ഓർത്ത് വെക്കണം, കാരണം എക്സാം പർപ്പസിൽ മെത്തേഡ് കറക്റ്റായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ മെത്തേഡ് ഉപയോഗിച്ച് ചെയ്യാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഈ മെത്തേഡ് ഉപയോഗിച്ച് തന്നെ ചെയ്യേണ്ടി വരും. എക്സ്പാൻഷൻ മെത്തേഡാണ് വളരെ സിമ്പിൾ ആയിട്ടുള്ളത്. ഇത് മനസ്സിലാക്കിയാൽ സിമ്പിൾ തന്നെയാണ്. പക്ഷേ എക്സാമിന് ഈ രൂപത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ, പേരെടുത്ത് പറഞ്ഞു കഴിഞ്ഞാൽ ഈ രൂപത്തിൽ തന്നെ ചെയ്യണം. ഡബിൾ ബാബിൾ മെത്തേഡ് എന്താണെന്ന് നമുക്ക് നോക്കാം. ഡബിൾ ബാബിൾ മെത്തേഡിൽ നമ്മൾ ചെയ്യുന്നത്, കൺവേർഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത് ലെഫ്റ്റ് മോസ്റ്റ് ബിറ്റിൽ നിന്നാണ്. എവിടെയാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്? ലെഫ്റ്റ് മോസ്റ്റ് ബിറ്റിൽ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അതിനെന്ത് ചെയ്യണം? ലെഫ്റ്റ് മോസ്റ്റ് നമ്പറിനെ, ബിറ്റിനെ ഡബിൾ ചെയ്യണം. ഡബിൾ ചെയ്തിട്ട് തൊട്ടടുത്ത ബിറ്റുമായിട്ട് ആഡ് ചെയ്യാം. അതായത് ഫസ്റ്റ് ലെഫ്റ്റിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യുന്നു. ലെഫ്റ്റിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്തിട്ട് അതിനെ ഡബിൾ ചെയ്യുക. ഡബിൾ ചെയ്തതിന് ശേഷം തൊട്ടടുത്ത ഡിജിറ്റുമായിട്ട് സം ചെയ്യുക. അതിനെ വീണ്ടും ഡബിൾ ചെയ്യുക. തേർഡ് ബിറ്റുമായിട്ട് ആഡ് ചെയ്യുക. വീണ്ടും ഡബിൾ ചെയ്യുക, ആഡ് ചെയ്യുക. ഈ പ്രോസസ്സ് കണ്ടിന്യൂ ചെയ്യുക. ഏതുവരെ ചെയ്യണം? റൈറ്റിൽ, അതായത് നമ്മൾ ഏറ്റവും അവസാനത്തെ ബിറ്റിൽ എത്തുന്നത് വരെ ഈ പ്രോസസ്സ് കണ്ടിന്യൂ ചെയ്യാം. ഓക്കെ, ഒരു എക്സാമ്പിൾ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ക്ലിയർ ആയിരിക്കും. നമ്മൾ ഉപയോഗിച്ചിട്ടുള്ള നമ്പർ 1101 ആണ് നമ്മൾ എടുത്തത്. ആ നമ്പറിനെ ഞാൻ ഈ സൈഡിലൊന്ന് എഴുതാണ്. നമ്മുടെ നമ്പർ
our number is 1 1 0 1. ഇതാണ് നമ്മളുടെ നമ്പർ. അപ്പൊ ആദ്യം നമ്മൾ എന്ത് ചെയ്യുന്നു, ഈ 1നെ, കാരണം ലെഫ്റ്റിൽ നിന്നാണ്, ദിസ് ഈസ് ലെഫ്റ്റിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യുന്നു, റൈറ്റ് മോസ്റ്റിൽ നമ്മൾ എൻഡ് ചെയ്യണം. അപ്പൊ ഇതിനെ നമ്മൾ ഡബിൾ ചെയ്തപ്പോൾ നമുക്ക് എന്ത് കിട്ടി? വി ഗെറ്റ് ഇറ്റ് ഈസ് ഈക്വൽ ടു 2 ആയിട്ട് നമുക്ക് ഡബിൾ ചെയ്തപ്പോൾ നമുക്ക് 2 ആയിട്ട് കിട്ടി. ഇനി എന്ത് ചെയ്യണം? ഈ 2 1ഉം കൂടെ, ഈ 2 1ന്റെ കൂടെ ആഡ് ചെയ്യണം. അപ്പൊ നമുക്ക് 3 കിട്ടി അല്ലേ? 3 കിട്ടി. ഈ 3നെ നമ്മൾ ഡബിൾ ചെയ്തു. അപ്പൊ നമുക്ക് എത്ര കിട്ടി? സം ചെയ്ത സമയത്ത് നമുക്ക് 3 കിട്ടി. അതിനെ നമ്മൾ ഡബിൾ ചെയ്ത സമയത്ത് 6 ആയി. ഇനി അത് അടുത്തത് എന്ത് ചെയ്യണം? 6 + 0. 6ന്റെ കൂടെ അടുത്ത ഡിജിറ്റ് ആഡ് ചെയ്യാണ്, 0 ആണ്. അതുകൊണ്ട് സം ചെയ്ത് കഴിഞ്ഞാലും റിസൾട്ട് 6 തന്നെയാണ്. ഇനി അതിനെ ഡബിൾ ചെയ്യണം. ഓക്കെ, അപ്പൊ 6 കിട്ടി. സം ചെയ്തപ്പോൾ നമുക്ക് 6 കിട്ടി. 6 തന്നെയാണ് കിട്ടിയത്. ഓക്കെ, ഇനി അതിനെ നമ്മൾ എന്ത് ചെയ്തു? ഡബിൾ ചെയ്തപ്പോൾ നമുക്ക് 12 കിട്ടി. ഇനി ആ 12നെ നമ്മൾ ഏതിന്റെ കൂടെ ആഡ് ചെയ്തു? 1ന്റെ കൂടെ ആഡ് ചെയ്തു. 12 + 1 ദാറ്റ് ഈസ് ഈക്വൽ ടു 13. അപ്പൊ നമ്മളുടെ 12 + 1 ദാറ്റ് ഈസ് ഈക്വൽ ടു 13 ഒബ്റ്റെയിൻ ചെയ്തു. 13. ഓക്കെ, ദിസ് ഈസ് ദി. ഇപ്പൊ ഇവിടെ ലാസ്റ്റിൽ നമ്മൾ ചെയ്യുന്നത് തൊട്ട് മുമ്പത്തെ ഡിജിറ്റിനെ ഡബിൾ ചെയ്ത്, ആ ഡബിൾ ചെയ്തത് ലാസ്റ്റ് ഡിജിറ്റുമായിട്ട് സം ചെയ്ത് കഴിഞ്ഞാൽ നമ്മളുടെ പ്രോസസ്സ് കഴിഞ്ഞു. ഇനി തൊട്ടടുത്തൊരു എന്തില്ല നമുക്ക്, കാരണം ഈ സമ്മിങ് കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ പ്രോസസ്സ് കംപ്ലീറ്റ് ആയി. പിന്നെ അതിനെ ഡബിൾ ചെയ്യേണ്ട കാര്യമില്ല. അപ്പൊ അത്ര വന്നു കഴിഞ്ഞാൽ നമുക്ക് ഈ കിട്ടുന്ന 13 ആയിരിക്കും നമ്മളുടെ ഇതിന്റെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള വാല്യൂ. ഓക്കെ, അപ്പൊ 13 ആണ് നമ്മളുടെ റിസൾട്ട്. 1101. അത് ലാസ്റ്റ് ഡിജിറ്റിനെ സം ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ പ്രോസസ്സ് കംപ്ലീറ്റ് ആയി. ലാസ്റ്റ് ഡിജിറ്റിനെ സം ചെയ്ത് കഴിഞ്ഞാൽ പ്രോസസ്സ് കംപ്ലീറ്റ് ആയി. അടുത്തൊരു ഇതും കൂടെ നോക്കാം. 10111. 10111. ഓക്കെ, അപ്പൊ ആദ്യം നമ്മൾ ഇതിനെ ഡബിൾ ചെയ്തു, 2 ആക്കി. അടുത്ത നമ്പറിന്റെ കൂടെ ആഡ് ചെയ്തു. ഓക്കെ, 2 + 0 അത് എന്ത് തന്നെയാണ്? 2 തന്നെയാണ്. ഓക്കെ, വീണ്ടും അതിനെ ഡബിൾ ചെയ്തു, 4 ആക്കി. ഓക്കെ, അപ്പൊ ഫസ്റ്റിൽ നമ്മൾ ഡബിൾ ചെയ്തു, സം ചെയ്തു, വീണ്ടും ഡബിൾ ചെയ്ത് അതിനെ ഇതുമായിട്ട് ആഡ് ചെയ്തു. 4 + 1 ഇറ്റ് ഈസ് 5. ഓക്കെ, ഇനി എന്ത് ചെയ്യണം? 5 × 2 ദാറ്റ് ഈസ് ഈക്വൽ ടു 10. 5നെ ഡബിൾ ചെയ്തു, 10 ആയി. ഇനി എന്ത് ചെയ്യണം? 10 + 1 ഇറ്റ് ഈസ് 11. 11നെ ഡബിൾ ചെയ്തു, ഇറ്റ് ഈസ് 22. ഓക്കെ, 11നെ ഡബിൾ ചെയ്തു, 22. ഇനി അതിൻ്റെ കൂടെ എന്താ ആഡ് ചെയ്തു? 22 + 1 ഇറ്റ് ഈസ് 23. പ്രോസസ് കംപ്ലീറ്റ് ആയി. കാരണം ലാസ്റ്റ് ഡിജിറ്റിൽ എത്തിച്ചേർന്നു, നമ്മളുടെ പ്രോസസ് കംപ്ലീറ്റ് ആയി. ഫൈനലി വി ഗെറ്റ് ദ റിസൾട്ട് ഇറ്റ് ഈസ് 23. പിന്നെ ഡബിൾ ചെയ്യേണ്ട കാര്യമില്ല, അത് പ്രത്യേകം ശ്രദ്ധിക്കുക. ലാസ്റ്റ് ഡിജിറ്റിനെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ പ്രോസസ്സ് കംപ്ലീറ്റ് ആയി.
ഒരു എക്സാമ്പിളും കൂടെ നമുക്ക് നോക്കാം. ഇറ്റ് ഈസ് 1 1 0 0 1 0. ഓക്കെ, ആദ്യം നമ്പറിനെ ഡബിൾ ചെയ്തു. ഓക്കെ, ഇനി അടുത്തതിൻ്റെ കൂടെ ആഡ് ചെയ്തു, 3 കിട്ടി. അതിനെ ഡബിൾ ചെയ്തു, നമുക്ക് 6 ആയിട്ട് എഴുതി. അതിനെ ആഡ് ചെയ്തു, അത് വീണ്ടും നമുക്ക് 6 ആണ്. 6നെ ഡബിൾ ചെയ്തു, 12 ആണ്. 12 പ്ലസ് 0 എന്ത് തന്നെയാണ്? 12 തന്നെയാണ്. അതിനെ വീണ്ടും നമ്മൾ ഡബിൾ ചെയ്തു, 24 ആയി. 24 പ്ലസ് 1 25 ആയി. 25ന്റെ ഡബിള് 50 ആയി. ദെൻ ലാസ്റ്റ് ഡിജിറ്റ് 0 ആണ്. 50 പ്ലസ് 0 ഇറ്റ് ഈസ് ഈക്വൽ ടു 50. ആഡ് ചെയ്ത് കഴിഞ്ഞാൽ റിസൾട്ടായി ഇറ്റ് ഈസ് ഈക്വൽ ടു 50. അപ്പം നമ്മളുടെ റിസൾട്ട് കംപ്ലീറ്റ് ആയി. ഇറ്റ് ഈസ് 50 ആണ് നമുക്ക് കിട്ടിയത്. ഈ മെത്തേഡിനെയാണ് എന്തായിട്ട് പറയുന്നത്? ഡബിൾ ബാബിൾ മെത്തേഡ്. ഓക്കെ, അപ്പം നമ്മൾ ബൈനറിയിൽ നിന്ന് ഡെസിമലിലേക്ക് കൺവേർഷൻ നടത്താൻ വേണ്ടിയിട്ട് 2 മെത്തേഡുകൾ ഡിസ്കസ് ചെയ്തു. ഇനി ഡെസിമലിൽ നിന്ന് ബൈനറിയിലേക്ക് കൺവേർട്ട് ചെയ്യുന്നു, തിരിച്ചുള്ള പ്രോസസ്സ്. അതിന് നമ്മൾ ഉപയോഗിക്കുന്ന മെത്തേഡ് ഡിവിഷൻ മെത്തേഡാണ്, സക്സസീവ് ഡിവിഷൻ മെത്തേഡ്. ഒന്നും കൂടെ പറയുന്നു, സക്സസീവ് ഡിവിഷൻ മെത്തേഡ് ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ഡെസിമലിൽ നിന്ന് ബൈനറിയിലേക്ക് കൺവേർട്ട് ചെയ്യുന്നത്. അതായത് നമ്മൾ ഒരു n എന്നുള്ള നമ്പറിനെ, ബേസ് 10 ആയിട്ടുള്ള ഒരു നമ്പറിനെ നമ്മൾ ബേസ് 2ലേക്ക് കൺവേർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് 2 കൊണ്ട് സക്സസീവ് ആയിട്ട്, അത് ബേസ് കൊണ്ട്, ഇങ്ങനെ തന്നെ പറയാം, ബേസ് കൊണ്ടാണ് ഏത് കൺവേർഷനിലാണെങ്കിലും, ഡെസിമലിൽ നിന്ന് ഏത് നമ്പർ സിസ്റ്റത്തിലേക്കുള്ള കൺവേർഷൻ ആയിക്കഴിഞ്ഞാലും സക്സസീവ് ഡിവിഷൻ ബൈ ദാറ്റ് ബേസ്, ഏത് ബേസിക്കിലാണോ കൺവേർട്ട് ചെയ്യേണ്ടത് അതുകൊണ്ടാണ് സക്സസീവ് ഡിവിഷൻ നടത്തേണ്ടത്. അപ്പം എന്ത് വേണം? ആ നമ്പറിനെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുക, ഓരോ സമയത്തും കിട്ടുന്ന റിമൈൻഡർ റെക്കോർഡ് ചെയ്യുക, റിമൈൻഡർ നോട്ട് ചെയ്യുക. അങ്ങനെ ലാസ്റ്റ് 0 എത്തിക്കഴിഞ്ഞാൽ റിമൈൻഡർ റിവേഴ്സ് ഓർഡറിൽ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് കറസ്പോണ്ടിങ് നമ്പർ കിട്ടും. അത് കോഷ്യൻ 0 ആവുന്നത് വരെ ഇത് നമ്മൾ റിപ്പീറ്റ് ചെയ്യുക. കോഷ്യൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹരണഫലം. ഹരണഫലം നമുക്ക് 0 എത്തുന്നത് വരെ നമ്മൾ ഇത് റിപ്പീറ്റ് ചെയ്യുക. ദെൻ റിമൈൻഡറിനെ 0 ആവുന്നത് വരെ, റിമൈൻഡർ റിവേഴ്സ് ഓർഡറിൽ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? ബൈനറി നമ്പർ കിട്ടും. ഒരു എക്സാമ്പിൾ ചെയ്യുകയാണെങ്കിൽ നമുക്ക് ക്ലിയർ ആവും. നെയാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പം ആദ്യം 22നെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നു. നമുക്കറിയാം 11 ആയിരിക്കും. 22/2 ദാറ്റ് ഈസ് ഈക്വൽ ടു 11 ആണ്. റിമൈൻഡർ എന്തായിരിക്കും? ഇറ്റ് ഈസ് 0. ഓക്കെ, ഇനി 11നെയാണ് നമ്മൾ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നത്. റിസൾട്ട് എന്തായിരിക്കും? റിസൾട്ട് 5 ആയിരിക്കും. റിമൈൻഡർ 1 ഉണ്ടായിരിക്കും. ഇനി 5നെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നു.
റിസൾട്ട് 2 ആയിരിക്കും, റിമൈൻഡർ 1 ആയിരിക്കും. 2നെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നു, റിസൾട്ട് 1 ആയിരിക്കും, റിമൈൻഡർ 0 ആയിരിക്കും. ഇനി 1നെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നു, 1/2, റിസൾട്ട് 0 ആയിരിക്കും, റിമൈൻഡർ 1 ആയിരിക്കും. ഇനി അതിനെ തിരിച്ച് ഓർഡറിൽ, റിവേഴ്സ് ഓർഡറിൽ താഴെ നിന്ന് മുകളിലേക്ക് ആ നമ്പറിനെ നമ്മൾ എഴുതുക. എങ്ങനെയായിരിക്കും? ഇറ്റ് ഈസ് 1 0 1 1 0 1 0 1 1 0 ബേസ് 2. ഇതാണ് 22ന്റെ റെപ്രസെൻറ്റേഷൻ. നമുക്ക് അടുത്തൊരു എക്സാമ്പിൾ കൂടെ നോക്കാം. ഡിവിഷൻ മെത്തേഡ് വെച്ചിട്ട് 56 ബേസ് 10നെയാണ് നമ്മൾ ചെയ്യുന്നത്. 56നെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ 28, റിമൈൻഡർ 0. 28നെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ 14, റിമൈൻഡർ 0. 14നെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ 7, റിമൈൻഡർ 0. 7നെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ 3, റിമൈൻഡർ 1. 3നെ ചെയ്ത് കഴിഞ്ഞാൽ 1 വിത്ത് റിമൈൻഡർ 1. 1നെ ചെയ്ത് കഴിഞ്ഞാൽ 0 വിത്ത് റിമൈൻഡർ 1. റിവേഴ്സ് ഓർഡറിൽ നോക്കിക്കഴിഞ്ഞാൽ 1 1 1 0 0 0. റിവേഴ്സ് ഓർഡറിലാണ് നമ്മൾ റെപ്രസെൻ്റ് ചെയ്യുന്നത്. 1 1 1 0 0 0. ഇതാണ് 56ന്റെ ബൈനറി ഈക്വലന്റ്. ഒരു എക്സാമ്പിൾ, 2 എക്സാമ്പിൾ നമ്മൾ ചെയ്തു. ഇനി നമ്മൾ അടുത്തൊരു മെത്തേഡ്, സബ്സ്ട്രാക്ഷൻ മെത്തേഡ്, അതായത് ഡെസിമലിൽ നിന്ന് ബൈനറിയിലേക്ക് കൺവേർട്ട് ചെയ്യാനുള്ള രണ്ടാമത്തെ മെത്തേഡ്, ദാറ്റ് ഈസ് സബ്സ്ട്രാക്ഷൻ മെത്തേഡ്. അതായത് നമ്മൾ ചെയ്യേണ്ടത്, നമുക്ക് കൺവേർട്ട് ചെയ്യുന്ന നമ്പറിൽ നിന്ന് 2ന്റെ ലാർജസ്റ്റ് പവർ അതിൽ നിന്ന് സബ്സ്ട്രാക്ട് ചെയ്യാം. അത് 2ന്റെ ലാർജസ്റ്റ് പവർ നമ്മൾ ഇതിൽ നിന്ന്, അതായത് 2ന്റെ അല്ലെങ്കിൽ പൊസിഷൻ വെയിറ്റുകൾ, പൊസിഷൻ വെയിറ്റ് 2:0, 2:1, 2:2, 2:3, അപ്പോൾ അങ്ങനെ എഴുതിയിട്ടില്ല. അല്ലെങ്കിൽ 1 2 4 8 16 32 64 ഈ നമ്പേഴ്സ് അതിൽ നിന്ന് കുറയ്ക്കാൻ വേണ്ടി ശ്രമിക്കാം. അതായത് നമുക്ക് തന്നൊരു നമ്പർ 56 ആണെന്ന് അസ്യൂം ചെയ്യാം. 56ൽ നിന്ന് നമുക്ക് കുറയ്ക്കാൻ പറ്റുന്ന ലാർജസ്റ്റ് പവർ ഓഫ് 2 എന്ന് പറഞ്ഞാൽ 32 ആണ് അല്ലേ? അപ്പോൾ 32 നമ്മൾ എന്ത് ചെയ്യുക? അതിൽ നിന്ന് മൈനസ് ചെയ്യും. ഓക്കെ, അപ്പോൾ 32 അതിൽ നിന്ന് നമുക്ക് മൈനസ് ചെയ്യാൻ പറ്റി. ഓക്കെ, അപ്പോൾ മൈനസ് ചെയ്യാൻ പറ്റിക്കഴിഞ്ഞാൽ ആ പൊസിഷനിൽ, അതായത് 2⁵5 അല്ലേ നമ്മൾ 32 പറയാം. അപ്പോൾ 2⁵5 ആണ്. അപ്പോൾ അവിടെ നമ്മളൊരു 1 കൊടുക്കുക. 2⁵5 ആണ് നമ്മൾ ചെയ്തത്, അതിൽ നിന്ന് മൈനസ് ചെയ്തത്. അപ്പോൾ ആ പൊസിഷനിൽ ഒരു 1 കൊടുക്കുക. ഓക്കെ, അപ്പോൾ 56ൽ നിന്ന് 32 മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കൊരു റിസൾട്ട് കിട്ടും. ഇനി ആ നമ്പർ നോക്കാം. ആ നമ്പറിൽ നിന്ന് 2ന്റെ ഏത് പവറാണ് നമുക്ക് മൈനസ് ചെയ്യാൻ പറ്റുന്നത് നോക്കാം. ഓക്കെ, കാരണം ഇനി 32 ഇപ്പോൾ നമ്മൾ ഓൾറെഡി മൈനസ് ചെയ്തു. ഇനി 2ന്റെ അടുത്ത പവർ 16 ആണ്. അപ്പം നമുക്ക് കിട്ടിയിട്ടുള്ള അതിൻ്റെ വാല്യൂയിൽ നിന്ന്, അതായത് ഇപ്പം നമുക്ക് ഏതായിരുന്നു 56 മൈനസ് 32 നമ്മൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ എത്രയാണ് നമുക്ക് കിട്ടുന്നത്? 24. 24ൽ നിന്ന് നമുക്ക് അടുത്ത പവർ ഇനി 16 ആണ്. അപ്പോൾ 16 മൈനസ് ചെയ്യാൻ പറ്റും അല്ലേ? അപ്പോൾ 16 മൈനസ് ചെയ്യാൻ പറ്റും. അപ്പോൾ 2⁵2 നമ്മൾ എഴുതുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ ഡിഫറെൻറ്റ് ക്വാണ്ടിറ്റീസ് 2⁵5 2⁵4 2⁵3 2⁵2 2�1 2⁵0 എഴുതുകയാണെങ്കിൽ ഇവിടെ 32 നമ്മൾ മൈനസ് ചെയ്തു, അതുകൊണ്ട് 1 എഴുതി. ഇനി 24ൽ നിന്ന് 16 മൈനസ് ചെയ്തു. ഓക്കെ, മൈനസ് ചെയ്യാൻ പറ്റി. അടുത്ത പവർ മൈനസ് ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്നാണ് നോക്കാം. അടുത്ത പവർ മൈനസ് ചെയ്യാൻ പറ്റി. അപ്പോൾ നമ്മൾ അവിടെയും 1 എഴുതി. അപ്പോൾ നമുക്ക് കിട്ടുന്നത് 8 ആണ്. 8ൽ നിന്ന് അടുത്ത പവർ 8 തന്നെയാണ്, അവിടെ നമുക്ക് കിട്ടി.
then it is equal to 0 കിട്ടി. 0യിൽ നിന്ന് ഇത് മൈനസ് ചെയ്യാൻ പറ്റുമോ? 2⁻²? പറ്റില്ല. 0 എഴുതി. ഇത് പറ്റില്ല, ഇത് പറ്റില്ല. അപ്പോൾ നമുക്ക് ഇതായിരിക്കും നമ്മളുടെ ഈക്വലന്റ് നമ്പർ. ഓക്കെ, അപ്പോൾ എന്താ ചെയ്തത്? പ്ലേസ് എ 0 ഇൻ ഈച്ച് പൊസിഷൻ ദാറ്റ് യു കുഡ് നോട്ട് സബ്സ്ട്രാക്ട്. സബ്സ്ട്രാക്ട് ചെയ്യാൻ പറ്റാത്ത കാര്യം വരുമ്പോൾ നമ്മൾ എന്ത് ചെയ്യാം? അവിടെ 0 കൊടുക്കുക. ആ പൊസിഷൻ്റെ കറസ്പോണ്ടിങ് ആയിട്ട് 0 കൊടുക്കുക. ഓക്കെ, അപ്പോൾ നമുക്കൊരു എക്സാമ്പിൾ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ക്ലിയർ ആയിരിക്കും. അപ്പോൾ ഇവിടെ നമ്മൾ എന്ത് എഴുതിയിട്ടുണ്ട്? 21നെയാണ് സബ്സ്ട്രാക്ട് ചെയ്യുന്നത്. 21ൽ നിന്നാണ് 21നെയാണ് നമ്മൾ കൺവേർട്ട് ചെയ്യുന്നത്. അപ്പോൾ 21ൽ നിന്ന് ഇതിൽ കുറയ്ക്കാൻ പറ്റുന്ന ലാർജസ്റ്റ് പവർ ഏതാണ്? 16 ആണ്. ഓക്കെ, അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു? 26ൽ നിന്ന് 16 മൈനസ് ചെയ്തു. അപ്പോൾ അതുകൊണ്ട് 16ൻ്റെ 2⁴ താഴെ ഒരു 1 ആഡ് ഇട്ടു. ഇനി നമുക്ക് അടുത്ത പവർ എന്ന് പറഞ്ഞാൽ 8 ആണ്. 5ൽ നിന്ന് 8 മൈനസ് ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് നമുക്ക് അവിടെ 0 വേണം. 4 പറ്റുള്ളൂ. അപ്പോൾ നമ്മൾ 5ൽ നിന്ന് 4 മൈനസ് ചെയ്തു. അപ്പോൾ ആ സമയത്ത് ഇവിടെ ഒരു 0 ഇട്ടു, ഇവിടെ 1 ഇട്ടു. ഇനി 1ൽ നിന്ന് നമുക്ക് 2 മൈനസ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഇവിടെ 0 ഇടണം. 1ൽ നിന്ന് 1 മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 0 കിട്ടും. അപ്പോൾ 1 0 1 0 1 ഇതാണ് നമ്മളുടെ കൺവേർട്ട് ചെയ്ത നമ്പർ. ഇപ്പോൾ 21 ബേസ് 10 മസ്റ്റ് ബി ഈക്വൽ ടു 1010 ബേസ് 2. അടുത്തൊരു നമ്പർ നോക്കാം. 56 നമ്പർ തന്നെയാണ് നമ്മൾ തൊട്ട് മുമ്പ് കാണിച്ചത്. ജസ്റ്റ് നോക്കാം. അപ്പോൾ ഇവിടെ നോക്കാം. 2ൻ്റെ പവേഴ്സ് നമ്മൾ പറഞ്ഞു 32 ആണ്. നമുക്ക് അതിൽ നിന്ന് മൈനസ് ചെയ്യാൻ പറ്റുക. 32 മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എത്രയാണ് കിട്ടുക? ഇറ്റ് ഈസ് 24. ഇവിടെ 1 എഴുതി. ഇനി 24 അതിൽ നിന്ന് മൈനസ് ചെയ്യാൻ പറ്റുക 16 ആണ് ലാർജസ്റ്റ് പവർ. അപ്പോൾ അവിടെ നമ്മൾ ഒരു 1 ആഡ് ചെയ്തു. റിസൾട്ട് 8 ആണ്. 8 ഇതിൽ നിന്ന് സബ്സ്ട്രാക്ട് ചെയ്തു. അപ്പോൾ നമുക്ക് 0 റിസൾട്ട് കിട്ടും. ഇവിടെ 1 ആഡ് ചെയ്തു. ഇനി നമുക്ക് 0 ആണ്. ഇതൊന്നും അതിൽ നിന്ന് മൈനസ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് എന്ത് വേണം? ഓരോ പൊസിഷനിലും നമ്മൾ 0 കൊടുക്കുക. അപ്പോൾ നമുക്ക് കറസ്പോണ്ടിങ് വാല്യൂ കിട്ടി 1 1 1 0 0 0. അപ്പോൾ നമ്മുടെ ആൻസർ 1 1 1 0 0 0 ബേസ് 2. ഓക്കെ, അപ്പോൾ ഇപ്പോൾ നമ്മൾ ഇൻറ്റിജർ നമ്പറുകളാണ് നമ്മൾ കൺവേർട്ട് ചെയ്തത്. ഇനി ഇതേ രൂപത്തിൽ ഈ കേസുകളിൽ റിയൽ നമ്പേഴ്സ്, അതായത് ഫ്രാക്ഷനും കൂടെ ഇൻക്ലൂഡ് ചെയ്യുകയാണെങ്കിൽ അതിൽ കൺവേർഷൻ എങ്ങനെയായിരിക്കും? നമ്മൾ ഫസ്റ്റ് ക്ലാസ്സിൽ ജനറൽ കേസ് വന്നപ്പോൾ തന്നെ നമ്മൾ പറഞ്ഞിരുന്നു എക്സ്പാൻഷൻ ഫോർമുല നമുക്ക് അവിടേക്ക് എക്സ്റ്റെൻഡ് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ ആ എക്സ്പാൻഷൻ തിയറം നമുക്ക് അവിടെ ഉപയോഗിക്കാം. ഓക്കെ, അപ്പോൾ കൺവേർഷൻ ഓഫ് റിയൽ നമ്പേഴ്സ്, ബൈനറി ടു ഡെസിമൽ കൺവേർഷൻ ആണ് നമ്മൾ പറയുന്നത്. ഒരു റിയൽ നമ്പർ ആണെന്നുണ്ടെങ്കിൽ അതിന് എന്തുണ്ടായിരിക്കും? ഒരു ഇൻറ്റിജർ പാർട്ടും ഉണ്ടായിരിക്കും, ഒരു ഫ്രാക്ഷണൽ പാർട്ടും ഉണ്ടായിരിക്കും. ഓക്കെ, നെഗറ്റീവോ പോസിറ്റീവോ സൈൻ ആയിരിക്കാം. ഓക്കെ, അപ്പോൾ ഇതിൽ നമ്മൾ ഡെസിമൽ നമ്പർ സിസ്റ്റം ആണെങ്കിൽ 13.8, ഓക്കെ, 114.21, അതേപോലെ തന്നെ -0.925. ഇതൊക്കെ ഡെസിമൽ നമ്പേഴ്സ് ആണ്, റിയൽ നമ്പേഴ്സ്. ഇനി ബൈനറിയിലാണെങ്കിൽ എങ്ങനെയായിരിക്കും? 1 0 കോമ്പിനേഷൻ ആയിരിക്കും. നമുക്കറിയാം. ഇപ്പോൾ 1101.11 അല്ലെങ്കിൽ 1100.001 അല്ലെങ്കിൽ 0.1101. ഇതെല്ലാം ബൈനറി സിസ്റ്റത്തിലെ റിയൽ നമ്പേഴ്സ് ആണ്. അപ്പോൾ ഇതിൽ കൺവേർഷൻ എങ്ങനെ ചെയ്യാൻ പറ്റും എന്നാണ് പറഞ്ഞത്? എക്സ്പാൻഷൻ മെത്തേഡ് വെച്ചിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ എങ്ങനെയാണ്? കാരണം നമുക്കറിയാം ആ ഡെസിമൽ പോയിന്റിൻ്റെ അവിടെ നിന്ന് ഫസ്റ്റ് ബിറ്റിലേക്ക് വരുന്ന നമ്പർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫസ്റ്റ് ബിറ്റിൻ്റെ വെയിറ്റ് എത്രയായിരിക്കും? 2⁻0 ആയിരിക്കും. അപ്പോൾ ഡെസിമൽ പോയിന്റിൻ്റെ ലെഫ്റ്റിലേക്ക്, അത് ആ സൈഡിലേക്ക് പോവുകയാണെങ്കിൽ, അപ്പുറത്തെ സൈഡിലേക്ക് പോവുകയാണെങ്കിൽ 2⁻−1 2⁻−2 എക്സെട്ര, അങ്ങനെയാണ് പവേഴ്സ് പോകുന്നത്. ഇപ്പം നമ്മൾ 1101.11 ആണെന്നുണ്ടെങ്കിൽ
നമ്മൾ പവേഴ്സ് എഴുതുകയാണെങ്കിൽ എങ്ങനെയായിരിക്കും? ഇവിടെ 2 raised to 0, 2 raised to 1, 2 raised to 2, 2 raised to 3. ഇവിടേക്ക് എങ്ങനെയായിരിക്കും? 2 raised to -1, 2 raised to -2. ഇങ്ങനെയല്ലേ വരാം? 2 raised to 0 ഇവിടെ നിന്ന് 2 raised to 1 ഇൻക്രീസ് ചെയ്യും, ഇവിടെ നിന്ന് ഡിക്രീസ് ചെയ്ത് പോകും. ഓക്കെ, ഡെസിമൽ പോയിന്റിൽ നിന്ന് ഫ്രാക്ഷന്റെ ഭാഗത്തേക്ക് പോകും തോറും മൈനസ് നെഗറ്റീവ് ആയിരിക്കും അതിന്റെ പവേഴ്സ് വരിക. 2 raised to -1, 2 raised to -2, 2 raised to -3 എക്സെട്ര. അപ്പോൾ ഇതിനെ എക്സ്പാൻഷൻ മെത്തേഡ് വെച്ചിട്ട് നമ്മൾ ചെയ്യുകയാണെങ്കിൽ 1 into 2 cube plus 1 into 2 square plus 0 into 2 raised to 1 plus 1 into 2 raised to 0 plus 1 into 2 raised to -1 plus 1 into 2 raised to -2. ഇതിനെ ജസ്റ്റ് എക്സ്പാൻഡ് ചെയ്ത് നമ്മൾ ആഡ് ചെയ്താൽ മതി. നമ്മൾ എന്ത് നോക്കേണ്ട കാര്യമില്ല. ഇങ്ങനെ പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഒന്നിച്ച് അത് സം ചെയ്ത് വെച്ചാൽ മതി. ഓക്കെ, ഇപ്പം നമുക്ക് കിട്ടുന്ന ക്വാണ്ടിറ്റീസ് ഇത്രയായിരിക്കും. 8 + 4 + 1 + 0.5 + 0.25. ഇറ്റ് മസ്റ്റ് ബി ഈക്വൽ ടു 13.75 ആണ് നമുക്കതിൻ്റെ ആൻസർ ആയിട്ട്. ഇനി നമ്മൾ ഒന്നുകിൽ നമുക്ക് ഈ രൂപത്തിൽ ചെയ്യാം, അതല്ലെങ്കിൽ നമുക്ക് ഇൻറ്റിജർ പാർട്ടും റിയൽ പാർട്ടും അതായത് ഫ്രാക്ഷണൽ പാർട്ടും സെപ്പറേറ്റ് ചെയ്തിട്ടും ചെയ്യാം. രണ്ടും സെയിം മെത്തേഡ് തന്നെയാണ്. ഒരു എക്സാമ്പിൾ കൂടെ നമുക്ക് നോക്കാം. (1001.0101). അപ്പൊ അതിൽ നമ്മൾ ആദ്യം ഇൻറ്റിജർ പാർട്ട് എടുത്തു. ഇൻറ്റിജർ പാർട്ടിൽ 2 raised to 0, 2 raised to 1, 2 raised to 2, 2 raised to 3. അപ്പൊ അതിനെ എക്സ്പാൻഷൻ വെച്ച് ചെയ്ത് കഴിഞ്ഞാൽ 2 raised to 3 plus 2 raised to 0. അപ്പൊ എത്ര കിട്ടും? ഇറ്റ് ഈസ് ഈക്വൽ ടു 8 + 1, ദാറ്റ് ഈസ് ഈക്വൽ ടു 9. അപ്പൊ അത് 9 നമുക്ക് ഒബ്റ്റെയിൻ ചെയ്തു. ഇനി നമ്മൾ ഏത് പാർട്ട് എടുത്തു? ഫ്രാക്ഷണൽ പാർട്ട് മാത്രം എടുത്തു. ഫ്രാക്ഷണൽ പാർട്ടിലാണെങ്കിൽ ഫസ്റ്റ് ഇത്തത് 2 raised to -1, 2 raised to -2, 2 raised to -3, 2 raised to -4. അപ്പോൾ ഇവിടെ നമ്മൾ ഈ പവർ 2ന്റെ നെഗറ്റീവ് പവേഴ്സ് നമ്മൾ അറിഞ്ഞിരിക്കണം. 2 raised to -2 പറഞ്ഞാൽ 1/4. ഈ ഈ ക്വാണ്ടിറ്റി 2 raised to -4 എന്ന് പറഞ്ഞാൽ 1/16. ഓക്കെ, അപ്പോൾ ഇതിൽ അപ്പോൾ ആ ക്വാണ്ടിറ്റികൾ ഒന്ന് ജസ്റ്റ് 1/2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 raised to -1, 1/2, ഇറ്റ് ഈസ് 0.5 അല്ലേ. ഇനി 2 raised to -2, 1/4, 0.25. ഇനി 2 raised to -3, ഇറ്റ് ഈസ് 0.125. 2 raised to -4, 1/16. 1/16 എത്രയായിരിക്കും? ഇറ്റ് ഈസ് 0.0625. ഇനി 2 raised to -5 ആണെങ്കിലോ ഇതിൻ്റെയും പകുതി ആയിരിക്കും. ഇത് ഇതിൻ്റെ പകുതിയാണ്, ഇനി ഇതിൻ്റെയും പകുതി ആയിരിക്കും. 0.03125. ഇത് ജസ്റ്റ് നമ്മൾ ഒന്ന് അറിഞ്ഞിരിക്കണം. കാൽക്കുലേറ്ററിൽ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കറക്റ്റായിട്ട് കിട്ടും. അപ്പം ഇവിടെ ഇത് ഉപയോഗിച്ച് അതിൻ്റെ ഈക്വലന്റ് നോക്കിക്കഴിഞ്ഞാൽ എന്ത് വരും? 1 into 2 raised to -2, 1 into 2 raised to -2, അതായത് 0.25 plus 0.0625. അത് രണ്ടും കൂടെ ആഡ് ചെയ്യാം. ഇറ്റ് ഈസ് ഈക്വൽ ടു 0.3125. അപ്പോൾ നമുക്ക് കിട്ടുന്നത് 0.3125 ആണ്. ഇനി നമ്മൾ എന്ത് ചെയ്യണം? 9 plus ഈ ക്വാണ്ടിറ്റി ഇത് രണ്ടും കൂടെ സം ചെയ്യുക. അപ്പോൾ 0.3125, 9.3125 ആണ് നമ്മുടെ ഈക്വലന്റ് ഡെസിമൽ നമ്പർ. ഓക്കെ, അപ്പം ഇങ്ങനെയാണ് റിയൽ നമ്പേഴ്സിൻ്റെ കൺവേർഷൻ. ഇനി നമ്മൾ
ഡെസിമലിൽ നിന്ന് ബൈനറിയിലേക്ക് കൺവേർഷൻ. അത് കുറച്ചും കൂടെ കോംപ്ലിക്കേറ്റഡ് ആണ്. അതായത് ഡെസിമൽ ഇൻഡിജറിനെ ബൈനറിയിലേക്ക് കൺവേർട്ട് ചെയ്യുന്നത് നമുക്കറിയാം. എന്ത് ചെയ്താൽ മതി? സക്സസീവ് ഡിവിഷൻ നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടും. പക്ഷെ അതിലെ ഫ്രാക്ഷണൽ പാർട്ടിന് ചെയ്യുന്നതാണ് കുറച്ചും കൂടി ടെഡിയസ് ആയിട്ടുള്ള പ്രോസസ്സ്. ഓക്കെ, അപ്പോൾ ഇവിടെ നമ്മൾ ചെയ്യേണ്ടത് രണ്ട് പാർട്ടായിട്ട് സെപ്പറേറ്റ് ചെയ്തിട്ടാണ് ചെയ്യേണ്ടത്. ആദ്യം നമ്മൾ ഫ്രാക്ഷണൽ പാർട്ടിനെയും ഇൻഡിജർ പാർട്ടിനെയും നമ്മൾ വേർതിരിക്കുക. ഇൻഡിജർ വേറെ ചെയ്യുക, ഫ്രാക്ഷണൽ പാർട്ട് വേറെ ചെയ്യുക. ഓക്കെ, അപ്പോൾ ഫ്രാക്ഷണൽ പാർട്ടിനെ നമ്മൾ ചെയ്യുന്ന ഇൻഡിജർ പാർട്ടിനെ ചെയ്യാൻ ഓൾറെഡി നമുക്ക് അറിയാം. അപ്പോൾ ഫ്രാക്ഷണൽ പാർട്ടിന് നമ്മൾ ചെയ്യാനുള്ള മെത്തേഡാണ്. അതിന് നമ്മൾ ചെയ്യുന്നത് ഇൻഡിജർ പാർട്ടിനെ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എന്താണ് ഉപയോഗിക്കുന്നത്? സക്സസീവ് ഡിവിഷൻ ആണ് ഉപയോഗിക്കുന്നത്. ഇവിടെ നമ്മൾ ഫ്രാക്ഷണൽ പാർട്ടിനെ ബൈനറിയിലേക്ക് കൺവേർട്ട് ചെയ്യാൻ മൾട്ടിപ്ലിക്കേഷൻ ആണ് നമ്മൾ ഉപയോഗിക്കുന്നത്. എന്ത് ചെയ്യണം? മൾട്ടിപ്ലൈ ദ ഫ്രാക്ഷൻ സക്സസീവ്ലി ബൈ 2. കൺഫ്യൂസ് ചെയ്യരുത്. കാരണം ഒരു റിയൽ നമ്പറിനെ, ഡെസിമൽ റിയൽ നമ്പറിനെ ബൈനറി റിയൽ ആക്കി മാറ്റാൻ വേണ്ടിയിട്ട് നമ്മൾ ആദ്യം രണ്ടിനെയും, ഇൻഡിജർ പാർട്ടിനെയും ഫ്രാക്ഷണൽ പാർട്ടിനെയും വേറെയാക്കും. ഇനി ഇൻഡിജർ പാർട്ടിനെ സക്സസീവ് ഡിവിഷനും ആണ് ചെയ്യുന്നത് ബൈ 2. സക്സസീവ് ഡിവിഷൻ ബൈ 2 ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യും? റിമൈൻഡേഴ്സിനെ റിവേഴ്സ് ഓർഡറിൽ എടുക്കുകയാണ് ചെയ്യുക. ഇനി ഇവിടെ നമ്മൾ ചെയ്യുന്നത് ഫ്രാക്ഷനെ 2 കൊണ്ട് സക്സസീവ് മൾട്ടിപ്ലിക്കേഷൻ നടത്തുക. അപ്പൊ ഇവിടെ നിന്ന് ഫ്രാക്ഷണൽ പാർട്ടിൽ നിന്ന് പുറത്തേക്ക് വരുന്ന ഇൻഡിജർ പാർട്ടിലേക്ക് വരുന്ന ക്വാണ്ടിറ്റി വരികയാണെങ്കിൽ, അതായത് ഇപ്പോൾ ഇൻഡിജർ പാർട്ടിലേക്ക് ഒരു നമ്പർ വരികയാണെങ്കിൽ അതിനെ നമ്മൾ ക്യാരി ഓവർ ആയിട്ട് ആ നമ്പറാണ് നമ്മളുടെ ബൈനറി കൺവേർഷൻ ആയിട്ട് ഉപയോഗിക്കുന്നത്. എക്സാമ്പിൾ ചെയ്യുമ്പോൾ നമുക്ക് ഓരോ സ്റ്റെപ്പിലും കിട്ടുന്ന ഇൻഡിജർ, ഓരോ സ്റ്റെപ്പിലും മൾട്ടിപ്ലിക്കേഷൻ നടത്തുന്ന സമയത്ത് നമുക്ക് കിട്ടുന്ന ഇൻഡിജർ പാർട്ട് അത് 0, 1 ആയി കഴിഞ്ഞാൽ അതാണ് നമ്മൾ എന്തിനു വേണ്ടി എന്താക്കി മാറ്റുന്നത്? നമ്മളുടെ ഫ്രാക്ഷണൽ പാർട്ടാക്കിയിട്ട് മാറ്റുന്നത്. എക്സാമ്പിൾ ചെയ്യുമ്പോൾ നമുക്ക് ക്ലിയർ ആവും. അപ്പൊ ഇത് ഏതുവരെ കണ്ടിന്യൂ ചെയ്യണം? ഒന്നുകിൽ ഫ്രാക്ഷൻ 0 ആയിട്ട് മാറാം, ചില സമയത്ത് ഫ്രാക്ഷൻ 0 ആയിട്ട് മാറില്ല. അപ്പൊ നമുക്ക് റിക്വയർഡ് അക്യുറസി എത്തി എന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് നിർത്താം. ഒരു എക്സാമ്പിൾ നമുക്ക് നോക്കാം. ആദ്യം നമ്മൾ ചെയ്യുന്നത് 0.625 എന്നുള്ള ഒരു ഫ്രാക്ഷനെ കൺവേർട്ട് ചെയ്യുന്നത്. കാരണം ഇൻഡിജറിനെ കൺവേർട്ട് ചെയ്യാൻ നമുക്ക് ഓൾറെഡി അറിയാം. അപ്പോൾ നമ്മൾ ഫ്രാക്ഷനെ മാത്രമായിട്ടാണ് കൺവേർട്ട് ചെയ്യുന്നത്. അപ്പോൾ എന്ത് ചെയ്യുന്നു? അപ്പോൾ അതിൽ വേണ്ട കാര്യങ്ങൾ, ഫ്രാക്ഷനെ ആദ്യം 2 കൊണ്ട് മൾട്ടിപ്ലിക്കേഷൻ നടത്തണം. അതിലെ ഇൻഡിജർ പാർട്ട് നമ്മൾ എഴുതണം. ഓക്കെ, ആ ഇൻഡിജർ പാർട്ടാണ് നമുക്ക് കൺവേർഷൻ ആവശ്യമുള്ളത്. ആ ബാക്കി റിമൈൻഡറിനെ വീണ്ടും നമ്മൾ 2 കൊണ്ട് മൾട്ടിപ്ലിക്കേഷൻ നടത്തും. ഓക്കെ, അപ്പോൾ 0.625നെ 2 കൊണ്ട് മൾട്ടിപ്ലിക്കേഷൻ ചെയ്ത് കഴിഞ്ഞാൽ 1.250. അതിലെ ഇൻഡിജർ പാർട്ട് 1 ആണ്, ബാക്കി ഫ്രാക്ഷണൽ പാർട്ട് 0.25. ഇനി 0.25നെയാണ് അടുത്ത സ്റ്റെപ്പിൽ എന്ത് ചെയ്യുന്നത്? 2 കൊണ്ട് മൾട്ടിപ്ലിക്കേഷൻ നടത്തുന്നത്. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? 0.25 ഇൻറ്റു 0.50. 0.25നെ മൾട്ടിപ്ലിക്കേഷൻ നടത്തിയപ്പോൾ 0.50 കിട്ടി. ഇൻഡിജർ പാർട്ട് 0 ആണ്, ഫ്രാക്ഷണൽ പാർട്ട് അത് തന്നെയാണ്. അതിനെ വീണ്ടും 0.5നെയാണ് ഇനി മൾട്ടിപ്ലിക്കേഷൻ നടത്തുന്നത്. 0.5നെ ചെയ്യുമ്പോൾ 1.0, അപ്പോൾ 1 കിട്ടി. ഇപ്പോൾ റിമൈൻഡർ 0 ആയി. റിമൈൻഡർ 0 ആയി കഴിഞ്ഞാൽ ഇനി 0 ആണ് വരിക. അപ്പോൾ അതുകൊണ്ട് ഇനി ആവശ്യമില്ല. അപ്പോൾ നമ്മൾ പറഞ്ഞത് ഒന്നുകിൽ
ആ ക്വാണ്ടിറ്റി റിമൈൻഡർ 0 ആയിട്ട് മാറണം. അതല്ലെങ്കിൽ നമുക്ക് റിക്വയർഡ് അക്യുറസി നമ്പർ ഓഫ് ബിറ്റ്സ് നമ്മൾ കിട്ടിയെന്ന് ഉറപ്പ് വരുത്തണം. ഓക്കെ, ഇനി ഏത് ഓർഡറിലാണ്? ഇവിടെ താഴേക്ക്, അതായത് സക്സസീവ് ഡിവിഷൻ മെത്തേഡിൽ നമ്മൾ മുകളിലേക്കാണ് എടുക്കുന്നത്. ഇവിടെ ആ കിട്ടിയ റിമൈൻഡറിൻ്റെ താഴേക്ക് ആണ് നമ്മൾ എടുക്കേണ്ടത്, അതായത് 101. ഈ ഓർഡറിൽ നമ്മൾ എഴുതി കഴിഞ്ഞാൽ, ഈ ഓർഡറിൽ എഴുതാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദ നമ്പർ മസ്റ്റ് ബി ഈക്വൽ ടു 0.625 base 10 must be equal to 0.101 base 2. ഓക്കെ, നമുക്ക് അടുത്തൊരു നമ്പറും കൂടെ നോക്കാം, 0.375. ഓക്കെ, അപ്പം ആദ്യം നമ്മൾ 0.375നെ മൾട്ടിപ്ലിക്കേഷൻ നടത്തി കഴിഞ്ഞാൽ 0.375നെ മൾട്ടിപ്ലിക്കേഷൻ നടത്തി കഴിഞ്ഞാൽ നമുക്ക് എത്ര കിട്ടും? ഇറ്റ് ഈസ് ഈക്വൽ ടു 0.750. ഇൻറ്റിജർ പാർട്ട് 0 തന്നെയാണ്, റിമൈൻഡർ പാർട്ട് 0.75. 0.75നെ മൾട്ടിപ്ലിക്കേഷൻ നടത്തുമ്പോൾ 1.50 കിട്ടും. അപ്പോൾ ഇൻറ്റിജർ പാർട്ട് 1 ആണ്, റിമൈൻഡർ 0.50. 0.50നെ ഒരിക്കൽ കൂടി ചെയ്യുമ്പോൾ 1.00 വരും, ഇൻറ്റിജർ പാർട്ട് 1 ആയിരിക്കും, റിമൈൻഡർ പാർട്ട് 0 ആയി. അപ്പോൾ നമുക്ക് 011 അതാണ് 0. നമുക്ക് കിട്ടിയത് 0.011 ബേസ് 2. ഓക്കെ, അപ്പോൾ ഇവിടെ രണ്ട് കേസിലും നമുക്ക് നമ്മളുടെ ഈ ഫ്രാക്ഷൻസിനെ നമ്മൾ ഇത് ചെയ്യുന്ന സമയത്ത് എന്തായിട്ട് മാറിയിട്ടുണ്ട്? റിമൈൻഡർ 0 ആകുമ്പോൾ നമുക്ക് ഈ പ്രോസസ്സ് നിർത്താം. അടുത്തത് നമ്മൾ എന്ത് ചെയ്യുന്നു? ഇങ്ങനെ 0 ആവാത്തൊരു കേസ്, അത് 0.4നെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? കൺവേർട്ട് ചെയ്യുന്നത്. 0.4 ഇൻറ്റു 2 0.8 ആണ്, ഇൻറ്റിജർ പാർട്ട് 0, റിമൈൻഡർ 0.8. 0.8നെ ചെയ്യുമ്പോൾ 1.6 കിട്ടും, ഇൻറ്റിജർ പാർട്ട് 1, റിമൈൻഡർ 0.6. 0.6നെ വീണ്ടും ചെയ്യുമ്പോൾ 1.2, ഇൻറ്റിജർ പാർട്ട് 1, 0.2. 0.2നെ വീണ്ടും ചെയ്യുമ്പോൾ 0.4, ഇൻറ്റിജർ പാർട്ട് 0, റിമൈൻഡർ 0.4. 0.4നെ ചെയ്യുമ്പോൾ 0.8, 0, 0.8. ദെൻ 0.8നെ 1.6, 1.6. ഇനി ഈ സ്റ്റെപ്പുകൾ റിപ്പീറ്റ് ചെയ്ത് പോവുകയാണ്. നേരത്തെ ചെയ്തിട്ടുള്ള 0.8, 6, 0.2 ആ സ്റ്റെപ്പ് വീണ്ടും വന്നു. ഇങ്ങനെ അത് റിപ്പീറ്റ് ചെയ്ത് ഇതൊരിക്കലും എന്ത് ചെയ്യില്ല? ടെർമിനേറ്റ് ചെയ്യില്ല. ഓക്കെ, ഇപ്പോഴാണ് നമ്മൾ പറഞ്ഞത് 0 ആവാത്ത, റിമൈൻഡർ 0 ആവാത്ത കേസ് ആണെങ്കിൽ നമുക്ക് റിക്വയർഡ് അക്യുറസി കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് നിർത്താം. ഓക്കെ, അപ്പോൾ ഇവിടെ നമ്മൾ ചെയ്യുന്ന സമയത്ത് ഇപ്പം നമ്മളുടെ ഇൻറ്റിജർ പാർട്ടിൽ നമ്മളുടെ ഇതിനെ എഴുതുകയാണെങ്കിൽ നമുക്ക് എത്രയായിരിക്കും? 0, 1, 1, 0, 0, 1, 1. ഓക്കെ, അപ്പോൾ നമുക്കൊന്ന് നമ്മൾ അപ്രോക്സിമേറ്റ് ചെയ്ത സമയത്ത് നമുക്ക് വന്നിട്ടുള്ളത് എത്രയാണ്? നമ്മൾ 7 ബിറ്റിന് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് വന്നിട്ടുള്ളത് 0, 1, 1, 0, 0, 1, 1 ആണ് നമുക്ക് വന്നിട്ടുള്ളത്. ഓക്കെ, ഇനി ഇതിൻ്റെ ആക്യുറസിനെ കുറിച്ചാണ് നമ്മൾ പറയുന്നത്. നമ്മൾ പറഞ്ഞിരുന്നു എത്രയാണ് നമുക്ക് ആക്യുറസി വേണ്ടത്, അതിനനുസരിച്ച് നമുക്ക് വേണ്ട ബിറ്റുകൾ ബാക്കിയുള്ളത് നമുക്ക് ഒഴിവാക്കി കളയാം. അപ്പോൾ നമുക്ക് ഇവിടുത്തെ എറർ എത്രയാണ് വരുന്നതെന്ന് നോക്കാൻ വേണ്ടിയിട്ട് ഇപ്പോൾ ഉള്ള നമ്പർ 011 0011. അപ്പോൾ നമ്മൾ കൺവേർട്ട് ചെയ്തിട്ടുള്ളത് ഇനി സൈഡിലൊന്ന് എഴുതി വെക്കുകയാണ്. 0.4 ബേസ് 10നെ നമ്മൾ കൺവേർട്ട് ചെയ്തപ്പോൾ നമുക്ക് കിട്ടിയിട്ടുള്ളത് 0.011 0011. ഇത്രയാണ് നമ്മൾ സ്റ്റെപ്പ് വരെയാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. ഇനി ഇതിൽ നമ്മൾ തിരിച്ച് കൺവേർട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 0.4 കിട്ടുന്നുണ്ടോ നോക്കാം. കാരണം അപ്പോഴല്ലേ നമുക്ക് കറക്റ്റാണ് വാല്യൂ എന്ന് പറയാൻ പറ്റുള്ളൂ. ഓക്കെ, അപ്പോൾ ആദ്യം നമ്മൾ ആദ്യത്തെ 3 എണ്ണം മാത്രമാക്കിയിട്ട് എടുക്കുക. 0.001 3 ബിറ്റിന് മാത്രമാക്കിയിട്ട് ചെയ്ത് കഴിഞ്ഞാൽ അതിനെ നമ്മൾ ഡെസിമൽ ആക്കുമ്പോൾ നമുക്ക് എത്രയേ കിട്ടുള്ളൂ? നമ്മൾ നേരത്തെ ചെയ്തിട്ടുണ്ട്. ഇവിടെ 2 എത്രയാണ് വരിക? 2 വരും. ഇവിടെ 2 1, ഇവിടെ 2 2, ഇവിടെ 2 3. ഓക്കെ,
സോറി 2 raised to minus 1, 2 raised to minus 2, 2 raised to minus 3. അപ്പോൾ 2 raised to minus 2 and 2 raised to minus 3 ഇതിൻ്റെ രണ്ടും കൂടെ സം നോക്കിക്കഴിഞ്ഞാൽ ഇറ്റ് മസ്റ്റ് ബി ഈക്വൽ ടു 0.375. അത് സം ചെയ്ത് കഴിഞ്ഞാൽ എത്രയേ വരുള്ളൂ? 0.4ന് പകരം നമുക്ക് എത്രയാണ് കിട്ടുന്നത്? 0.375. ഓക്കെ. പക്ഷേ ഇനി നമ്മൾ ഈ ഡിജിറ്റും കൂടെ ഇൻക്ലൂഡ് ചെയ്ത് കഴിഞ്ഞാൽ സംഭവിക്കുന്നത് എന്താണെന്ന് നോക്കാം. ഒരു 6 ബിറ്റ് അപ്രോക്സിമേഷൻ കൊടുത്തു കഴിഞ്ഞാൽ, അതായത് 6 ബിറ്റ് പറയുമ്പോൾ ഇത്ര, നമ്മൾ 7 ബിറ്റ് വരെ ചെയ്തിട്ടുണ്ട്, ഇത്ര വരെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 0.390 കിട്ടും. ഇനി ഒരു ബിറ്റും കൂടെ കൂട്ടിക്കഴിഞ്ഞാൽ കുറച്ചും കൂടെ അക്യുറസി കിട്ടും. അപ്പോൾ നമ്മൾ ഇവിടെ ടെർമിനേറ്റ് ചെയ്യാത്ത കേസുകളിൽ ഇതിൻ്റെ എണ്ണം കൂട്ടിക്കഴിഞ്ഞാൽ നമുക്ക് അക്യുറസി കൂട്ടാൻ പറ്റും. ഇന്നിപ്പോൾ നമ്മൾ ഡിസ്കസ് ചെയ്തത് ബൈനറി നമ്പർ സിസ്റ്റം, അതിനെ ഡെസിമലിലേക്ക് കൺവേർട്ട് ചെയ്യുന്നതും അതേപോലെ തന്നെ ഡെസിമലിനെ ബൈനറിയിലേക്ക് കൺവേർട്ട് ചെയ്യുന്നതും, ഇൻഡിജറും അതേപോലെ തന്നെ നമ്മൾ എന്തു ചെയ്തു, ഇൻഡിജർ ക്വാണ്ടിറ്റികളെയും അതേപോലെ തന്നെ റിയൽ ക്വാണ്ടിറ്റികളെയും ഉള്ള കൺവേർഷനാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. ഈ കൺവേർഷൻ വളരെ ക്ലിയർ ആയിട്ട് ഇത് മനസ്സിലാക്കുക. എന്നാൽ നമുക്ക് അടുത്ത നമ്പർ സിസ്റ്റംസ്, ഒക്ടൽ നമ്പർ സിസ്റ്റം അതേപോലെ തന്നെ ഹെക്സാഡെസിമൽ നമ്പർ സിസ്റ്റം വളരെ പെട്ടെന്ന് നമുക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റും. അപ്പോൾ ഓരോ കേസ് ഇൻഡിജർ പാർട്ടിനെ നമ്മൾ കൺവേർഷൻ ചെയ്യാനുള്ള മെത്തേഡുകൾ, അതേപോലെ തന്നെ റിയൽ പാർട്ടിനെ കൺവേർഷൻ ചെയ്യാനുള്ള മെത്തേഡും ജസ്റ്റ് നോക്കാം. ഇതിൽ കൺവേർഷന് വേണ്ടിയിട്ട് ഇതൊന്ന്, ഈ ഒരു 6 എക്സാമ്പിൾ ഒന്ന് പ്രാക്ടീസ് ചെയ്ത് നോക്കാം. എന്ത് ചെയ്യുക, ബൈനറിയിലേക്ക്, അതായത് ബൈനറിയിലേക്ക് കൺവേർട്ട് ചെയ്യുന്ന സമയത്ത് 2 പ്രോസസ്സും വരും, ഇൻഡിജർ പാർട്ടിൻ്റെയും വരും, റിയൽ പാർട്ടിൻ്റെ ഫ്രാക്ഷൻ പാർട്ടിൻ്റെയും വരും. അപ്പോൾ ഈ 6 എക്സാമ്പിൾസ് ഒന്ന് ജസ്റ്റ് ഇതിൽ കാണിക്കുന്ന ആൻസേഴ്സ് കിട്ടുന്നുണ്ടോ എന്നുള്ളത് ജസ്റ്റ് ഒന്ന് വെരിഫൈ ചെയ്യാം. ഓക്കെ, then I stop here. We will discuss the octal and hexadecimal number system in the next class. Okay, thank you.